ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥകളും ഭഗവാന്റെ ലീലാ കഥകളെല്ലാം ഇതെല്ലാം മാനവരാശിക്കുള്ള സന്ദേശങ്ങളാണ്. ഒരു നല്ല ജീവിതം വാർത്തെടുക്കാൻ, ഒരു പോസിറ്റീവ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കുറേ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടിപ്സുകൾ, വഴികൾ, മാർഗങ്ങൾ കാണിച്ചു തരികയാണ്. അപ്പം നമുക്കാണ് ഈ കഥകൾ നിർദ്ദേശങ്ങൾ തരുന്നത്. കഥകളെ കഥകളായി മാത്രം കേട്ടുപോയാൽ ഇതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം നഷ്ടപ്പെടും. കഥകൾക്ക് കാലാനുസൃതമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥകളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്. കഥകളുടെ ആത്യന്തിക ലക്ഷ്യം, ഭാഗവത കഥകളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തില് 13-ാം അധ്യായത്തില് 12-ാം ശ്ലോകത്തില് ഏറ്റവും ഒടുവിലത്തെ സ്കന്ധം, ഏറ്റവും ഒടുവിലത്തെ ചാപ്റ്റർ, അതിൽ 12-ാം ശ്ലോകത്തില് വേദവ്യാസ മഹർഷി പറയും, സർവ വേദാന്തസാരം യത് ബ്രഹ്മാത്മൈക്യ ലക്ഷണം. ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മ ആത്മ ഐക്യ ലക്ഷണം എന്നാണ്. അതായത് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കാതെ വന്നിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് അറിയില്ല, നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ളൊരു സങ്കല്പങ്ങള്, ചിന്തകളൊക്കെ നമ്മളെന്തോ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കാൻ വന്നവരാണ്. എന്നാൽ ഈ ഒരൊറ്റ വാക്ക് ബ്രഹ്മ ആത്മ ഐക്യ ലക്ഷണം, ഞാൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ബോധത്തിൻ്റെ, ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അതാണ് ജീവാത്മാവെന്ന ഭാവം. അപ്പൊ ജീവാത്മഭാവത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക, ബ്രഹ്മത്തിലേക്ക് എത്തിക്കുക, ഇതാണ് ഈ കഥകളുടെയൊക്കെ ലക്ഷ്യം. വസ്തു അദ്വിതീയം, നമ്മളും ഭഗവാനും ഒന്നായിത്തീർന്ന്, അദ്വിതീയം എന്ന് പറഞ്ഞാൽ ദ്വൈതമില്ലാത്തൊരവസ്ഥ, രണ്ടില്ലാത്തൊരു അവസ്ഥ. ഇപ്പോൾ കടലും പുഴയും ഉണ്ടെങ്കിൽ അത് രണ്ടായി. കടൽ തന്നെയാണ് പുഴ, രണ്ടും വെള്ളം തന്നെയാണ്. പക്ഷെ കടൽ കടലായിട്ടും പുഴ പുഴയായിട്ടിരിക്കുകയാണ്. പുഴയെ സംബന്ധിച്ച് അതിനൊരു ഒഴുക്കുണ്ട്, തീരങ്ങളുണ്ട്, അങ്ങനെ പലതുമായിട്ട് ചേർന്ന് പോരുകയാണ് പുഴ. എന്നാൽ ഒരിക്കൽ ഈ പുഴ കടലിലേക്ക് ചേർന്നാൽ പിന്നെ അത് പൂർണ്ണമായൊരു കടലാണ്. ഇതുപോലെയാണ് നമ്മളിലൊക്കെ ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ട്, പൂർണ്ണതയിലേക്കുള്ള ഒരു ലയമുണ്ട്. അപ്പം അതിലേക്ക് എത്താനാണ് ഞാൻ ഭാഗവതം കേൾക്കുന്നത്. വസ്തു അദ്വിതീയം, കൈവല്യക പ്രയോജനം. അപ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സുഖവും ശാന്തിയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷവും എല്ലാം പ്രതികൂലമാകുമ്പോൾ ദുഃഖവുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പ്രതികൂലമായത് പോലും നമ്മളെ അലട്ടാത്തൊരു മാനസിക അവസ്ഥ നമുക്കുണ്ട്. മനസ്സിനെ അതിൽ നിന്ന് പാടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ, അതാണ് കൈവല്യം എന്ന് പറയുന്നത്. കൈവല്യം എന്ന് പറഞ്ഞാൽ ഏതിൽ ഒട്ടി നിൽക്കുന്നതിൽ നിന്നും മാറുവാനുള്ള കഴിവിനെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കാത്തൊരവസ്ഥ, അതൊരു സ്വാതന്ത്ര്യമാണ്. ആ ഒരു പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം, അത് നമ്മുടെ ഉള്ളിൽ ശക്തിയായി മാറണം. ഇപ്പം നമ്മളിൽ ആ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിന് ശക്തിയില്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി അമ്മയിൽ ഒട്ടി നിൽക്കുന്നു.
കുറച്ച് കഴിഞ്ഞ് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അമ്മ തന്നെ വിചാരിച്ചാലും അമ്മയുടെ അടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരും. അതിന് കൂട്ടുകാരുടെ കൂടെ പോകണം, അതിന് കളിക്കണം. പിന്നെ അമ്മയുടെ കൂടെ ഒരിക്കലും അത് നിൽക്കുന്നതും ഇല്ല. ഇതുപോലെ നമ്മളിൽ സാധന അനുഷ്ഠിച്ച് നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും മനസ്സ് ഒട്ടലിൽ നിന്നും മാറുന്നൊരവസ്ഥ, ഇതിനെ കൈവല്യം എന്ന് പറയും. അപ്പം മനുഷ്യ മനസ്സ്, ഇതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുത്ത് സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും. അതിനൊരു വലിയ പരിശീലനമാണ് ആവശ്യം, പ്രയത്നമാണ് ആവശ്യം. ഇത് ചെയ്യാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. ഇതെപ്പോഴും ഓർമ്മ വേണം. എന്നെ പരിവർത്തനം വരുത്താൻ, എന്നെ പരിശീലിപ്പിക്കുന്ന, എനിക്ക് പ്രോത്സാഹനം തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ഇത് കഥയല്ല എന്നർത്ഥം, ഇതൊരു പ്രചോദനത്തിൻ്റെ ഗ്രന്ഥമാണ്. അപ്പം അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രയത്നിച്ചാൽ നമുക്ക് സകല ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും. ആ കരുത്ത് നമുക്ക് നേടാം. എന്ന് മാത്രമല്ല, അവസാനം ജീവാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ വലിയൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം ആരും ഇവിടെ ദുഃഖിക്കാനോ പരിഭവപ്പെടാനോ വിഷമങ്ങൾ അനുഭവിക്കാനോ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാനോ അല്ല വന്നത്. അതൊക്കെ ഒരു ഭാഗത്തുണ്ടാവാം, അതെല്ലാം ഒരു ഭാഗത്തുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മനസ്സിനെ വേർപ്പെടുത്തിയെടുക്കുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ, കെട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ, അതിൽ മുറുകി പിടിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നും അടർത്തിയെടുക്കാൻ, ആ അടർത്തിയെടുത്ത് അതിനെ സ്വതന്ത്രമാക്കി അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഇതിൽ വിജയം കൈവരിക്കുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവര് പുനരഭി ജനനം പുനരഭി മരണം ചക്രത്തിലൂടെ കടന്നു പോകും. കാരണം ഈ പിടിച്ചിരിക്കുന്ന സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ പിടിച്ചാൽ നമ്മളും ഈ ഉത്സവ പറമ്പിലൊക്കെ കൊണ്ടുവയ്ക്കില്ലേ, ബിഗ് ജയന്റ് വലിയ വീല് കൊണ്ടുവയ്ക്കും. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആ സർക്കസുകാരൻ അത് ഓഫാക്കാതെ ചായ കുടിക്കാൻ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് അവനത് ഓണാക്കിയിട്ട് ചായ കുടിക്കാൻ പോയാലുള്ള അവസ്ഥ ആലോചിക്കും. ഇനി അതും പോട്ടെ, അതിൻ്റെ മോട്ടർ കേടുവന്നു, അത് നിൽക്കുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്തിട്ടും നിൽക്കുന്നില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒന്നുമില്ല, പ്രാണം പോവും, അത്രയേ ഉള്ളൂ. അല്ലേ? ശരിയല്ലേ? ആണോ അല്ലയോ? ചിലർ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഓടുന്ന ട്രെയിനിൽ എങ്ങനെയെങ്കിലും ചാടിക്കയറാൻ ശ്രമിക്കുന്ന പോലെ. അത് അപകടം ഉണ്ടാക്കും. കാരണം ഓടുന്ന ട്രെയിനാണ്. അതിൽ വെറുതെ അഭ്യാസം കളിച്ചിട്ട് ചിലപ്പോൾ അതാണല്ലോ കയ്യും കാലും കൊടിഞ്ഞ് കിടക്കണമൊക്കെ കേൾക്കാറ് അല്ലേ? ചിലരൊക്കെ ആണോ? ചില സർക്കസിലൊക്കെയാണ് നമ്മളിങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണാം. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുന്നതും അഭ്യാസങ്ങളൊക്കെ കാണിക്കും. ഇവിടെ ഒരു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസനയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ ആ വാസനയുടെ പിടിയിൽ നിന്നും എന്ത് ചെയ്യണം? അടർത്തിയെടുത്ത് മാറ്റിയെടുത്ത് അതിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അപ്പൊ വേർപ്പെടുത്തുക, പൂർണ്ണതയിലേക്ക് നയിക്കുക. ഈ വേർപ്പെടുത്തുന്നതിനെ വൈരാഗ്യം എന്ന് പറയും. പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനെ വിജ്ഞാനം എന്ന് പറയും. ഈ വിജ്ഞാനവും വൈരാഗ്യവും ഇത് ഭാഗവതത്തിൻ്റെ വലിയ സന്ദേശമാണ്. അതാണ് കഥകൾക്കൊക്കെ ഉള്ളിൽ ഈ വിജ്ഞാന വൈരാഗ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ ഓർമ്മപ്പെടുത്തും. 12-3-14 കഥാ ഇമാംസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപ്പരേഷാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ വജോ വിഭൂതിർനതോ പാരമാർത്ഥ്യം. ഈ കഥകളിലൊക്കെ
അതാണ് ഭൂരിപക്ഷം ആളുകളും കഥകൾ കേട്ടു പോവുകയാണ്. ഭാഗവത സപ്താഹങ്ങൾക്കൊന്നും ഒരു കുറവില്ല, പക്ഷെ എല്ലാവരും കഥകൾ കേട്ടു പോവാണ്. ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, കഥകളൊക്കെ അത് പാരമാർത്ഥ്യം എന്ന് പറയുന്നുണ്ട്. ഇത് പരമാർത്ഥമായി കരുതി പോവരുത്. ഇതെല്ലാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ. ഓരോരുത്തരിലും വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് പണിയെടുക്കണം എന്നർത്ഥം, മെനക്കെടണം എന്നർത്ഥം, കഷ്ടപ്പെടണം എന്നർത്ഥം, ബുദ്ധിമുട്ടണം എന്നർത്ഥം. എന്നാലേ വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ അടർത്തിയെടുക്കാൻ, വേർപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എങ്കിലേ അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ നമുക്ക്. അവർക്ക് പറയൂ, നിങ്ങളൊക്കെ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ, പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞ് അമ്മയായിട്ട് അത്രയും ചേർന്ന് അത് രാവിലെ പശുവിനെ പാല് കറക്കുമ്പോൾ കുട്ടിയല്ലേ ആദ്യം കുടിക്കുക, ആണോ? പിന്നെ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നിങ്ങൾ മോഷ്ടിക്കുക ചെയ്യണത്, അല്ലേ? ആണോ അല്ലയോ? ആ സമയത്ത് കുട്ടി അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോകില്ല. അങ്ങനെ കുട്ടിക്ക് ആ പാല് കുടിച്ചതിൻ്റെ ഒരു ഹരം കയറി പിടിച്ചിട്ടുണ്ടാവും. നിങ്ങളും ആ കുട്ടിയും തമ്മിലൊരു മൽപ്പിടുത്തുണ്ടാവും. എന്താണ് മൽപ്പിടുത്തം? കുട്ടിക്ക് അമ്മയുടെ പാല് കുടിക്കണം, നിങ്ങൾക്കാണെങ്കിൽ അത് ചോർത്തണം. അപ്പൊ നിങ്ങളെന്ത് ചെയ്യും? ആ പശുക്കുട്ടിയെ ബലാത്കാരേണ അവിടുന്ന് വലിച്ചു മാറ്റി, ആണോ? ആ കുട്ടിയാണെങ്കിലോ വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തുള്ളിക്കളിക്കും. ഇനി ആ കറവ് കഴിഞ്ഞ് നിങ്ങളതിനെ വിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പശുക്കുട്ടിയെ വിട്ടാൽ അതിന്റെ സ്പീഡ് എങ്ങനെ ഉണ്ടാവും? ഒരൊറ്റ പോക്കാണത്. കാരണം അതിനെത്രയും വേഗം അത് നോക്കുമ്പോഴൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞു. പിന്നെ അത് കിടന്ന് ഇടിയും പിടിയും ഒക്കെ ആയിട്ട്, അല്ലേ? ഈ പശുക്കുട്ടി ഇടിക്കുക അതിൻ്റെ അക്കിട്ടില്, ആണോ? അങ്ങനെയൊക്കെയാണ് വീണ്ടും അത് ചുരത്തി കൊടുക്കത്തിരിയൊക്കെ ഉള്ളത്. അപ്പോൾ എന്നതുപോലെയാണ് വാസനയാകുന്ന പശുവിൽ നിന്ന് മനസ്സൊരിക്കലും വേർപെട്ടു പോരില്ല. മനസ്സതിൽ തന്നെ കുരുങ്ങിക്കിടക്കും. ഇവിടെയാണ് അതിനെ വേർപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. വേർപ്പെടുത്തിയാൽ ദുരിതങ്ങളില്ല. അതെപ്പോഴും ഓർക്കുക. വേർപ്പെടുത്താത്തോടത്തോളം കാലം ദുരിതങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഏത് ദൈവത്തെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ദുരിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഒരാശ്വാസം കിട്ടും. അതാണ് പലരും അമ്പലത്തിൽ പോകുമ്പോൾ പറയുക, ഈ ഭാഷ നിങ്ങൾ ഉപയോഗിക്കരുത്. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാ മനസ്സമാധാനത്തിന് പോകണമെന്നാണ്. നിങ്ങൾ പറയാറുണ്ടോ ആ ഭാഷ? ഇപ്പം ആരും പറയില്ലായിരിക്കാം, പക്ഷെ ഉള്ളിലിരിപ്പ് അതാണ്. എല്ലാവരുടെ ഉള്ളിൽ അതാണ് ഭാഷയുള്ളത്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? മനസ്സമാധാനത്തിനല്ല, മനോബലം നേടുവാനാണ്. മനസ്സമാധാനം എന്നത് താൽക്കാലികമായി കിട്ടുന്ന ഒരു ആശ്വാസമാണ്, താൽക്കാലികമായി കിട്ടുന്ന ഒരു തലോടലാണത്. പക്ഷെ മനോബലം എന്നത് നിരന്തര പരിശീലനം കൊണ്ട് കിട്ടുന്ന ശക്തിയാണത്, കരുത്താണത്, ഊർജമാണത്. ആ മനോബലം കിട്ടാൻ നിരന്തരമായ പ്രയത്നം തന്നെ വേണം. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് സമാധാനത്തിനല്ല, അമ്പലത്തിൽ പോകുന്നത് മനോബലത്തിനാണ്. അത് പലർക്കും അറിയുന്നില്ല, പാവം. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയാൽ സമാധാനം കിട്ടും, പിന്നെ സാധനവും കിട്ടും. പായസമായിട്ടോ അപ്പായിട്ടോ ഒക്കെ കിട്ടും. ഗുരുവായൂരിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്, കളപ്പുണ്ട്, അതൊക്കെ കിട്ടും. പക്ഷേ മനോബലം കിട്ടാൻ അതിന് നല്ലവണ്ണം പ്രയത്നിക്കണം. അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണച്ചു കൃഖ്യതേ. ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ അർജുനന് മനസ്സമാധാനമുണ്ട്, മനസ്സിന് ആശ്വാസമുണ്ട് അർജുനന്. പക്ഷെ മനോബലമില്ല. അതാണ് അർജുനൻ ചോദിക്കുന്നത്. ഗീതയിൽ 6-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, കൃഷ്ണ, അങ്ങേ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്. അതുതന്നെയാണ് അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ കിട്ടുന്നത്. ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് കിട്ടും?
എന്ത് കിട്ടും? മനസ്സമാധാനം കിട്ടും. ഈ മനസ്സമാധാനം വീണ്ടും പോകുന്നതുകൊണ്ടാണ് വീണ്ടും അമ്പലത്തിൽ പോകണം തോന്നുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനത്തിന് ഇപ്പോൾ ആൾക്കാർ വൈകുന്നേരം പോകുന്നില്ലേ, മനസ്സമാധാനത്തിന് പോകുന്നില്ലേ? ക്യൂ നിൽക്കുന്നതും മനസ്സമാധാനത്തിനാണ്. ആണോ? എന്താന്നും ഇണ്ടാത്ത നിങ്ങൾ ആളുകൾ കൃത്യം വൈകുന്നേരം ക്യൂ നിന്ന് കഴിക്കണില്ലേ? അവരും വലിയ ഭക്തന്മാരാണ് കേട്ടോ. ഈ ക്യൂ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരും ഭക്തന്മാരൊക്കെയാണ്. അവരുടെ മന്ത്രം അതാണ്, റാം റാം റാം. റാം എന്നല്ല പറയുന്നത്, റാം എന്നാണ് മന്ത്രം. ഒരു സ്പെല്ലിംഗ് മാറ്റിയാൽ അവരും റാം റാം രാം 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 ഇത് പറയുന്ന പരമഭക്തന്മാരാണ് അവര്. അപ്പൊ ഈ തരത്തിൽ മനസ്സമാധാനം അവർക്കും കിട്ടുന്നുണ്ട് ഇല്ലേ? വെള്ളം കുടിച്ചവൻ ഉപദ്രവമില്ലേ, റോഡിൽ കടന്നോളും, അല്ലെങ്കിൽ വീട്ടിൽ കടന്നോളും അവൻ. അമ്പലത്തിൽ പോകുന്നവനും മനസ്സമാധാനത്തിന് പോകുന്നെങ്കിൽ ഞാൻ പറയും ഇവർ രണ്ടുകൂട്ടരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുത്തൻ കള്ളു കുടിക്കുന്നില്ല എന്നുള്ളൂ. അവനും അഡിക്റ്റഡ് ആണ്, ഇവനും അഡിക്റ്റഡ് ആണ്. കാരണം ഇവനും വീണ്ടും വീണ്ടും സമാധാനത്തിന് എവിടെ പോകണം? ഭഗവാനെ കാണാൻ. അർജുനൻ പറയണു, അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്, പക്ഷെ എനിക്ക് മനസ്സമാധാനം അല്ല വേണ്ടത്. കാരണം എൻ്റെ മനസ്സ് എനിക്കറിയാം വളരെ ചഞ്ചലമാണ്. എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോവും, എപ്പോൾ വേണമെങ്കിലും തളർന്നു പോവും, എപ്പോൾ വേണമെങ്കിലും മാനസികമായി ഞാൻ അസ്വസ്ഥനാവും. നോക്കൂ നിങ്ങൾ, ഗീതയിലെ 34-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്ന ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ഫലമുദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായൂരിവ സുദുഷ്കരം. എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമാണ് കൃഷ്ണ. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വന്നാൽ മനസ്സിൻ്റെ സമചിത്തത, മനോനില തെറ്റിപ്പോകുന്നു കൃഷ്ണ. എങ്ങനെ എൻ്റെ മനസ്സിനെ ഒന്ന് സ്റ്റഡിയാക്കും എന്ന് വെച്ചാൽ മനോഫലം എങ്ങനെ ഞാൻ നേടും? അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ. കൃഷ്ണൻ അതിന് കൊടുക്കുന്ന മറുപടി ശ്രീ ഭഗവാൻ വാച 35-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിഷ്യനായ അർജുനനോട് പോലും കൃഷ്ണൻ പറയണത്, എന്നെ തൊഴുതു നിന്നോളൂ, നിനക്ക് മനോബലം കിട്ടുമെന്ന് പറഞ്ഞില്ല. അഭ്യാസേനതു കൗന്തേയ. തന്നോട് ചേർന്ന് നിൽക്കുന്ന അർജുനനോട് പോലും കൃഷ്ണന് പറയാനുള്ളത്, നിനക്ക് മനോബലം വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രയത്നം ചെയ്യണം, അഭ്യാസം ചെയ്യണം. എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്താൻ, ശക്തിപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങൾ, പ്രാക്ടീസ് നീ ചെയ്യണമെന്ന്. അപ്പൊ നോക്കൂ, ഒരു പരിശീലനവും ചെയ്യാതെ തൊഴുതുപോയത് കൊണ്ട് വല്ലതും കിട്ടാൻ പോണ്ടോ? പറയൂ. അർജുനൻ ജീവിച്ചിരുന്ന കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ്. ആരുടെ അടുത്ത്? ജീവനോടെയുള്ള കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ്. ആ കൃഷ്ണന് പറയാനുള്ളത്, മനോബലം കിട്ടണമെങ്കിൽ അതിന് പരിശീലനം ചെയ്യണം എന്നാണെങ്കിൽ അതല്ലേ നമുക്കൊക്കെ ചെയ്യാനുള്ളത്? ആണോ? അപ്പം അതിലേക്ക് നമ്മളെ വഴിതെളിയിക്കുന്ന കഥകളാണ് ഭാഗവതത്തിലെ കഥകൾ. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ സമയം കഥയ്ക്കുണ്ടാവില്ല എന്ന് മാത്രം. ഇവിടെ കഥയുടെ സമയം തീർന്നു പോകും. ഇപ്പം ഞാൻ 1-2 കഥകളൊക്കെ അവിടെ ഇവിടേക്ക് എടുത്തിട്ട് പോവുകയാണ്. കാരണം ഇത് മുഴുവൻ തൊടാൻ പറ്റില്ല നമുക്കതൊരു സാഗരമാണ്. പ്രധാനപ്പെട്ട കഥയായ പൂതനാമോക്ഷം, അതിനുശേഷമാണ് നമ്മൾ 8-ാം അധ്യായം കണ്ടെങ്കിലും 6-ാം അധ്യായത്തിൽ പൂതനാമോക്ഷം. അപ്പം കൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഏതായാലും ഗോകുലത്തിൽ യശോദാദേവിയുടെ വീട്ടിൽ തൊട്ടിൽ കിടക്കുന്ന കൃഷ്ണനെ കംസന്റെ നിയോഗപ്രകാരം കൊല്ലാൻ വരുന്ന പൂതന. അപ്പൊ കംസൻ മനസ്സിലാക്കി തന്നെ കൊല്ലാനുള്ള കുട്ടി എവിടെയോ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു വലിയ ദൗത്യം കൊടുത്തു. ഈ മുനിസിപ്പാലിറ്റിക്കാർ പട്ടിയെ പിടിക്കാൻ ഉത്തരവാദിത്വം കൊടുക്കുന്ന പോലെയാണ് ഏത് കംസൻ കുട്ടികളെ കൊല്ലാൻ ചിലർക്ക് ഉത്തരവാദിത്വം കൊടുത്തത്. എനിക്ക് തോന്നുന്നു കംസന്റെ ഈ സഹോദരിമാർ ഇപ്പോഴും കേരളത്തിലുണ്ടോ എന്ന്. കാരണം ഈ കുട്ടികളെ കൊല്ലുന്ന കുറെ വർഗം ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരാറുമുണ്ട്. അതിൽ പൂതനയാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള ദൗത്യവുമായി ആദ്യം പുറപ്പെട്ടത്. അവളാണെങ്കിൽ ഹ്യൂമൻ ബോംബ്, പണ്ട് തന്നെ മനുഷ്യന്റെ ബോംബുകൾ ഇങ്ങനെയൊക്കെയാണ്,
വിഷം തൻ്റെ മുലയിലൊക്കെ പുരട്ടി കുഞ്ഞിന് പാല് കൊടുക്കുന്ന വ്യാജേന ആ വിഷം കുട്ടിക്ക് കൊടുത്ത് കുട്ടിയെ കൊല്ലുക എന്നായിരുന്നു പൂതനയുടെ ലക്ഷ്യം. ഇവള് ഗോകുലത്തിലെത്തി. കൃഷ്ണൻ തൊട്ടിൽ കിടക്കുന്നു. തൊട്ടടുത്ത തൊട്ടിലിൽ ബലരാമനുണ്ട്. ഇവൾ അങ്ങോട്ട് കാല് വെക്കുമ്പോൾ തന്നെ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ചരാചരാത്മാ നിമീലിദക്ഷണ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ദശമസ്കന്ധം 6-ാം അധ്യായം. ഇത്തരം ശ്ലോകങ്ങളാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടത്. 6-ാം അധ്യായത്തിൽ 8-ാമത് ശ്ലോകത്തിൽ പറയും, വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സ നിമീലിദക്ഷണ എന്നൊരു പ്രയോഗമുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചു നോക്കൂ നിങ്ങൾ. ചരാചരാത്മാ, ചരാചരങ്ങളുടെ ആത്മാവായ ഭഗവാൻ ആ പൂതന അങ്ങോട്ട് കയറിയപ്പോൾ എന്ത് ചെയ്തു എന്നാ പറയണത്? നിമീലിദക്ഷണ, കണ്ണുകൾ അടച്ചു എന്നാണ്. അപ്പൊ എന്തേ ഭഗവാൻ കണ്ണുകൾ അടയ്ക്കാൻ കാരണം? ചോദ്യം നമ്മളാ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് പല ഉത്തരങ്ങൾ പലരും പറയും. പൂതനയാണെങ്കിൽ നല്ല സുന്ദരിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് വന്ന് അവളുടെ ഒറിജിനൽ ഭാവം മറച്ചു വെച്ചിട്ട് ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റിയാൽ അവളുടെ സ്വഭാവം വേറെയാണ്. അവളുടെ റിയൽ രൂപത്തിലല്ല ആര് വന്നത്. അപ്പൊ അത് കാണണ്ട എന്ന് വെച്ചിട്ടാണോ കൃഷ്ണൻ കണ്ണടച്ചത്? അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ കണ്ണടച്ചു കൊണ്ടിരിക്കേണ്ടി വരും. കാരണം ആരെയും ഇപ്പൊ ഒറിജിനൽ രൂപത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ് ഭഗവാന്. കാരണം ഭഗവാൻ അറിയും ഇതൊക്കെ ഗോദറേജും പല കമ്പനികളും ചേർന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ മിക്കവാറും എന്ത് ചെയ്യേണ്ടി വരും? ചരാചരാത്മ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നിമീലിദക്ഷണ, കണ്ണുകൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കുമോ ഭഗവാൻ കണ്ണുകൾ അടച്ചത്? ആയിരിക്കുമോ? എന്തിനായിരിക്കും ഭഗവാൻ കണ്ണടച്ചത്? അപ്പൊ അതാണ് നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുക. പൂതന, ആ വാക്കിന്റെ അർത്ഥമാണ് പ്രധാനം. പൂതം എന്ന സംസ്കൃത ശബ്ദത്തിനർത്ഥം പവിത്രം, പരിശുദ്ധം എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പൂതം വെച്ചിട്ടൊരു മന്ത്രമുണ്ട് ഭഗവാന്, നാമമുണ്ട് ഒരു ഭഗവാൻ. പൂതം, വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ചൊല്ലി നോക്കൂ. വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗത് ഭൂതബത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന പൂതാത്മ. ഏതാണ്? പൂത ആത്മ. പൂതം എന്നതിന് പവിത്രം, പരിശുദ്ധം എന്നാണ്. പൂതം, പൂതന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമല്ലാത്തത്, പവിത്രമല്ലാത്തത് എന്നർത്ഥെടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഭഗവാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പവിത്രമല്ലാത്ത പൂതനയെ കണ്ട് ഭഗവാൻ കണ്ണടച്ചു. അപ്പൊ ഭഗവാൻ എപ്പോഴാ കണ്ണു തുറക്കുക? പവിത്രമായതിലേക്ക് ഭഗവാൻ കണ്ണു തുറക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, കൂട്ടിച്ചോർത്ത് വായിക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ പവിത്രമല്ലാത്ത വാസനയിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് നമ്മുടെ മനസ്സ്. മനസ്സും വാസനയും എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസിനകത്ത്, കുപ്പിയുടെ ഗ്ലാസിനകത്ത് ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞ നിറയോ ഏതെങ്കിലും ഒരു വെള്ളം ഒഴിച്ചാൽ, കളർ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആ ഗ്ലാസിന്റെ നിറം ഏതാണ്? ചുവപ്പാണെന്നുള്ളതാണ്, അല്ലേ? എന്നാൽ വാസ്തവത്തിൽ ഗ്ലാസിനും നിറത്തിനും തമ്മിൽ അവർക്ക് പറയൂ ഒരു ബന്ധവുമില്ല. ഇപ്പൊ നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, വൈറ്റ് ക്ലോത്ത് ആണത്. പിന്നീടാണ് അതിൽ പലതരത്തിലുള്ള ഡൈകൾ ചെയ്ത് കളറാക്കുക. ആണോ? ഇതിനെ കംപ്ലീറ്റ് ബ്ലീച്ച് ചെയ്താൽ, ഇതിന് പൂർണ്ണമായിട്ട് ബ്ലീച്ച് ചെയ്താൽ പിന്നെ എന്തായിരിക്കും ഇതിന്റെ കളറ്? വൈറ്റ് തന്നെയാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കളറുകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ വൈറ്റിനെ വീണ്ടും നമുക്ക് കളറിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥമെടുക്കുക. മനസ്സിലാവുണ്ടോ?
ഇതുപോലെയാണ് മനസ്സും വാസനയും. അനുഷ്ഠാനം എന്ന ബ്ലീച്ചിങ് കൊണ്ട് മനസ്സിനെ വാസനയിൽ നിന്നും എന്ത് ചെയ്യാം? അപ്പൊ അടിസ്ഥാനമായി നമ്മൾ ആരും ദുഃഖികളോ ദുരിതമുള്ളവരോ അല്ല. പിന്നെന്താണ് ഈ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മളെ അലട്ടുന്നത്? കാരണം വാസനകളുമായി, മനസ്സിലെ ഈ ദുർബല ചിന്തകളുമായി, ടെൻഷനുമായി, സ്ട്രെസ്സുമായി, വേണ്ടാത്ത ചിന്തകളുമായി നമ്മുടെ മനസ്സങ്ങനെ പിരിമുറുക്കത്തിലിരിക്കുകയാണ്, കെട്ടിപ്പിണഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഈ കെട്ടിപ്പിണക്കത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കെട്ടുബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് വേർപ്പെടുത്തിയെടുക്കുക. ഈ വേർപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതത്തിൽ നിന്ന് മുക്തരാവുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ആരുടെ നേരെയാണ് ഭഗവാൻ കണ്ണു തുറക്കുക? ഭഗവാൻ കണ്ണു തുറക്കുന്നത് ആരാണോ തൻ്റെ മനസ്സിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ ആ ബന്ധനങ്ങളിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അവരുടെ നേരെ ഭഗവാൻ കണ്ണ് ഉറക്കെ പറയൂ തുറക്കുള്ളൂ. അല്ലാത്തവരൊക്കെ വെറുതെ തൊഴുതു പോവാം എന്ന് മാത്രം. ശരിക്കും കണ്ണു തുറക്കുക അവരുടെ നേരെയാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു താൻ ആരുടെ നേരെയാണ് കണ്ണു തുറക്കുക. ഗീതയിൽ 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകമായിരിക്കണം. സമൂഹം സർവഭൂതേഷു 27-നെയാണോ? 29-ആണോ? 29? 27-ആണോ? 29. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ തേഷു ചാപ്യഹം എന്ന ശ്ലോകം. ഭഗവാൻ പറയുന്നു, സത്യത്തിൽ എനിക്ക് ആരോടും നമേ ദ്വേഷം നമേ പ്രിയം നാസ്തി. ആരോടും പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യമോ ആരോടും എനിക്ക് അവർക്ക് പറയൂ പ്രിയവുമില്ല. എന്നാൽ പിന്നെ ഞാൻ ചിലവരുടെ നേരെ കണ്ണടയ്ക്കുന്നു, ചിലവരുടെ നേരെ കണ്ണ് തുറക്കുന്നു എന്നൊക്കെയാണല്ലോ. ശരിയാണ്. ഏ ഭജന്തി തു മാം ഭക്തിയാ, ആരാണോ ഭക്തിയോടെ എന്നെ, അവർക്ക് കേൾക്കണം, ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, നോക്കൂ ആവർത്തിക്കുകയാണ് ആ വാക്ക്, ആ ഭജിക്കുന്നവരുടെ നേരെ ഞാൻ കണ്ണു തുറക്കും. അഹം തേഷു, അവരെന്നിലും ഞാൻ അവരിലുമാണ്. അപ്പം വെറുതെ നാമജപമില്ലാതെ തൊഴുതുപോയത് കൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നോക്കൂ, അങ്ങനെ തൊഴുതുപോയത് കൊണ്ട് ഭഗവാൻ ഒരിക്കലും കണ്ണ് ഉറക്കെ പറയൂ തുറക്കില്ല. എന്തുകൊണ്ട് തുറക്കുന്നില്ല? കാരണം മനുഷ്യന്റെ മനസ്സ് അവന്റെ ദുർബലതകളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണു തുറന്നിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ അതിൽ കുരുങ്ങിക്കിടക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ നിരന്തരം പരിശീലനം ചെയ്യുന്നവരാണെങ്കിൽ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ക്രമേണ ബന്ധനത്തിൽ നിന്നും മുക്തരായി അവസാനം നിങ്ങളെ ആരിലേക്കെത്തും? ഭഗവാനിലേക്കെത്തും. അതുകൊണ്ടാണ് ഭഗവാൻ വെറുതെ തൊഴുതു പോകരുത് എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ ഈ കാര്യം ഉൾക്കൊണ്ടാൽ പിന്നെ നിങ്ങൾക്ക് വെറുതെ തൊഴുതു പോകാൻ തോന്നില്ല. ഞാൻ ഭാഗവതത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ബ്ലൈൻഡ് ബിലീഫില്ല. സത്യത്തിൽ ഈ ഭാഗവതം തന്നൊരു ഉറപ്പാണത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം, അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അമ്പലങ്ങളുടെ മുന്നിലൊന്ന് എഴുതി വെക്കണമെന്ന്. പക്ഷെ ദേവസ്വം ബോർഡുകൾ സമ്മതിക്കില്ല. കാരണം അവരുടെ വരുമാനത്തെ അത് കാര്യമായി ബാധിച്ചു കളയും. ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കാണാൻ വന്ന വേദവ്യാസ മഹർഷി, നാരദ മഹർഷി, ദുർവാസ മഹർഷി, നിരവധി മഹർഷിവര്യന്മാര് അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പറയും, സാധുക്കളോട്, മഹാന്മാരോട്
സംസാരിക്കുമ്പോഴാണ് ഭഗവാൻ ഈ ടോപ്പിക് കൊണ്ടുവരുന്നത്. ഭഗവാൻ പറയുന്നു, യസ്യാത്മബുദ്ധി കുണപേത്രിതാതുകേ സ്വദീ കളത്രാദിഷു ഭൗമയിജ്യതി. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണേ. ഇത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. യസ്യാത്മബുദ്ധി കുണപേത്രിതാതുകേ സ്വദീ കളത്രാദിഷു ഭൗമയിജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കരീജിൽ ജനേഷു അഭിജ്ഞേഷു. ജനേഷു എന്താണ്? ജനേഷു അഭിജ്ഞേഷു സ ഏവ ഘോകരാണ്. അർത്ഥം ഇതാണ്. യസ്യ ബുദ്ധി, ആരുടെ ബുദ്ധിയാണോ, ആരുടെ മനസ്സാണോ, കുണപം, കുണപം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ഈ ശരീരത്തിനെ കുണപം എന്ന് വിളിക്കും, ശവം എന്ന് പറയും. ഈ ശവമാവാൻ പോകുന്ന ഈ ശരീരത്തിൽ മനസ്സ് വെച്ച്, അതായത് താൻ ഒരു ആണോ പെണ്ണോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ എന്നൊക്കെ രീതിയിൽ മാത്രം കരുതി, അതായത് താൻ ഈ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താ ചെയ്യുന്നത്? സ്വദീ കളത്രാദിഷു ഭൗമ ഈ ജതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ഭാര്യ, മക്കള്, കുടുംബം ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീർത്ഥബുദ്ധി എവിടെ പോകുന്നു? അമ്പലങ്ങളിലൊക്കെ പോകുന്നു. അപ്പൊ താൻ ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന് കരുതി ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ അച്ഛനോ ഈ പ്രാരബ്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും സ്വത്തിനും പണത്തിനും വീടിനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായി എവിടെ പോണു? തീർത്ഥബുദ്ധി. തീർത്ഥബുദ്ധി പറഞ്ഞാൽ തീർത്ഥസ്ഥലങ്ങളിൽ. തീർത്ഥസ്ഥലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായി പോകുന്നു. എവിടെ പോകുന്നില്ല? ജനേഷു അഭിജ്ഞേഷു. അഭിജ്ഞന്മാരായ മഹാന്മാരിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അന്ധമായ ഒരു പ്രാർത്ഥനയും കൊണ്ട് അങ്ങനെ പോകുന്ന ആളുകൾ, തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവര് സ ഏവ ഘോകര, അവരാണ് കഴുതകൾ എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നവരെ കഴുത എന്ന് വിളിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. അതെനിക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയൊരു ശ്ലോകമാണത്. അമ്പലത്തിൽ പോകുന്നവരെ കൃഷ്ണൻ തന്നെ കഴുത എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ ശ്ലോകം ഭാഗവതത്തിലുണ്ടെന്ന്? നിങ്ങൾ നോക്കൂ, ഇതിന്റെ വ്യാഖ്യാനം എടുത്തു നോക്കൂ നിങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഭക്തനെ ഭഗവാൻ പറയൂ കഴുത എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ശ്ലോകം അമ്പലത്തിന്റെ മുന്നിൽ എഴുതി വെച്ചാൽ അർത്ഥത്തോടെ, അർത്ഥം അറിയാതെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുവിധം പൊട്ടനൊന്നത് മനസ്സിലാവില്ല. ഇതിന്റെ അർത്ഥസഹിതം അവിടെ എഴുതി വെച്ചാൽ അമ്പലത്തിലെ അവസ്ഥ എന്തായിരിക്കും? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വരികളാണത്. എൻ്റെ ഒരു തരത്തിലുള്ള ഞാനതിനൊന്ന് മലയാളത്തിലാക്കി എന്നല്ലാതെ നിങ്ങൾ അതിൻ്റെ അർത്ഥം എടുത്ത് നോക്കൂ. പണ്ഡിറ്റ് ഗോപാലൻ നായരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, അമ്പലത്തിൽ പോകുന്നത് ഭജന്തിതുമാം ഭക്തിയാ. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കിട്ടുന്ന സമയം കൊണ്ട് ആ അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ മനസ്സിനെ എത്ര കണ്ട് നാമത്തിലേക്ക് ഉയർത്തി, ഒരു അനന്യ ചിന്തയില്ലാതെ നാമത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് മനോബലം നേടണം, എങ്കിലേ എനിക്ക് വാസനയുടെ പിടിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുള്ളൂ, എങ്കിലേ എനിക്ക് ഗുരുവായൂരപ്പനോട് കൂടി ചേരാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ? വീണ്ടും ഒരു ശ്ലോകം കൂടി നോക്കാം. ആവർത്തനമാണ്. 10-60-53 10ാമത് സ്കന്ധം 60ാമത് അധ്യായം. ഇതും ബൈഹാർട്ട് പഠിക്കുന്നത് ഉത്തമമാണ്. 10ാം സ്കന്ധം 60ാമത് അധ്യായം 53ാമത് ശ്ലോകം. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി രുക്മിണീ ദേവിയോട് സംവദിക്കുമ്പോൾ പറയുന്ന ശ്ലോകമാണ്. രുക്മിണീ ദേവിയും കൃഷ്ണനും തമ്മിലൊരു, അത് നാളെ നമ്മൾ പറയും, കല്യാണം കഴിഞ്ഞ്
ആദ്യമായി ഭാര്യയ്ക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് ഗുരുവായൂരപ്പനാ. രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും കൃഷ്ണൻ. അങ്ങനെ ഒരു ഡൈവേഴ്സ് കേസ് നാളെ നമ്മൾ ഡീൽ ചെയ്യും. കൃഷ്ണൻ ആർക്ക് ഡൈവേഴ്സ് നോട്ടീസ്? ആർക്ക്? രുക്മിണി ദേവിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. രുക്മിണി ദേവിക്ക് കൃഷ്ണൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും. അതിന് രുക്മിണി ദേവി വക്കീലില്ലാതെ മറുപടി കൊടുക്കും. ആ മറുപടി കേട്ടിട്ട് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയാണ്, അതാണ് ഈ 60-ാമത്തെ അധ്യായത്തിൽ 53-ാം ശ്ലോകം. അത് രുക്മിണി ദേവിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. കൃഷ്ണൻ അത് കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കും. പറയുന്ന മറുപടിയാണ്, മാം പ്രാപ്യ മാനിനി അപവൃക്ക സമ്പദം വാഞ്ചന്തി വാഞ്ചന്തി സത്പദയേവ സത്പദിം സമ്പദയേവ സത്പദിം തേ മന്ദഭാഗ്യാനിരയേബിയേ നണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ എന്നാണ് ശ്ലോകം. ആ മാം പ്രാപ്യ, അത് അടിവരയിടൂ, എപ്പോഴും ഓർക്കുക. മാം പ്രാപ്യ, മാം എന്നെ പ്രാപിക്കാനാണ് നിങ്ങൾ വന്നത്. എന്നോട് പ്രാർത്ഥിക്കാനല്ല വന്നത്, എന്നിലേക്ക് എത്തിച്ചേരാനാണ്, എന്നിലേക്ക് അലിഞ്ഞു ചേരാനാണ്. കാരണം ആത്യന്തികമായി ഞാനും നിങ്ങളും ഒന്നെന്ന് പഠിപ്പിക്കുന്ന കൃഷ്ണൻ. അതറിയാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, ചമ്മന്തി നമുക്ക് മനസ്സിലാവും. വാഞ്ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? വാഞ്ചതി ചോദിക്കുക, ആവശ്യപ്പെടുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എന്താ വേണ്ടത്? സമ്പത്ത്, സത്പതിം, നല്ലൊരു ഭർത്താവോ അല്ലെങ്കിൽ ഉള്ള ഭർത്താവ് നന്നാവനോ, മക്കളോ, അങ്ങനെയൊക്കെയുള്ള ലൗകികമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് പറയൂ പ്രാർത്ഥിക്കുന്നവര് മന്ദഭാഗ്യ എന്നാണ്. ഭാഗ്യം കെട്ടവരാണ്, ഭാഗ്യമില്ലാതെ പോയവരാണ്. കാരണം എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച് സമയം കളഞ്ഞ് വെറുതെ ജീവിതം തൊലയ്ക്കരുത്. നിങ്ങളിവിടെ വന്നത് പ്രാർത്ഥിക്കാനല്ല, നിങ്ങൾ വന്നത് എന്നെ പ്രാപിക്കാനാണ് എന്ന് കൃഷ്ണൻ എത്ര ഒരു അടിവരയിട്ടിട്ടാണ് പറയുന്നത്. ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടോ? പറയൂ. നമ്മുടെ ധാരണ എന്താണ്? ഇതൊക്കെ പ്രാർത്ഥിച്ച അവസാനം കൃഷ്ണൻ മോക്ഷം കൂടി തരുന്നതാണ്. കൃഷ്ണൻ എന്താ ആമസോണിലാണോ വർക്ക് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നതൊക്കെ ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കൃഷ്ണനെ കണ്ടത്. ഇങ്ങനെയുള്ളൊരു കൃഷ്ണനല്ല ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പൂതന മോക്ഷം എന്നാൽ പൂതന എന്ന് പറയുന്നത് വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെയാണ്. അവളുടെ വിഷം എന്ന് പറയുന്നത് കാമത്തിൻ്റെയാണ്. കാമവും ക്രോധവും, ഇത് രണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പാപങ്ങളെന്ന്, ഇത് വിഷമെന്ന് ഗീതയിലെ 3-ാം അധ്യായത്തില് കൃഷ്ണൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഗീതയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അർജുനൻ ചോദിക്കുന്നുണ്ട്, അവിടെ 33 എനിക്ക് കൃത്യം നമ്പർ ഓർമ്മ വരുന്നില്ല, നോക്കിയാൽ അറിയാം. അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിവാഷ്ണീയ. 34 36 സോറി 36-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിവാഷ്ണേയ ബലാധിപ നിയോജിത. ഹേ കൃഷ്ണ, പാപം തളരണം എന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പല അനുഭവങ്ങളും നമ്മളെ തളർത്തുന്നു, വേദനിപ്പിക്കുന്നു, അസ്വസ്ഥരാക്കുന്നു, അല്ലേ? ആരും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ആരാ തളരാത്തത്? ഒരു സുപ്രഭാതത്തിൽ കൂടെയുള്ളവർ കൂടെ ഇല്ല എന്നറിയുമ്പോൾ ആരാ തളരാത്തത്? എല്ലാം നഷ്ടപ്പെട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വയനാട്ടിൽ പ്രോഗ്രാമിന് പോയപ്പം, മാനന്തവാടി പോയപ്പം ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കാൽക്കലൊക്കെ വീണു, സ്വാമി അനുഗ്രഹിക്കണമെന്ന്. നമ്മളെന്താ വിചാരിക്കുക? സാധാരണ. പിന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന അമ്മ പറയുന്നത്, 9 അംഗങ്ങളുള്ള വീട്ടിൽ ഇവൻ മാത്രമേ ഉള്ളൂ എന്ന്, 8ഉം പോയി എന്ന്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ പെട്ടുപോയ സഹോദരി
കരഞ്ഞുകൊണ്ട് മണ്ണിൽ പൊതഞ്ഞു പോകുമ്പോൾ ആ കാണുന്ന കാഴ്ചകളൊക്കെ ഇവൻ്റെ ഉള്ളിൽ മറക്കാൻ പറ്റുന്നില്ല. മണ്ണിനടിയിലേക്ക് പോകുന്ന അച്ഛൻ ഇതെല്ലാം കണ്ടിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു പയ്യനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ദിവസം, ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കെ, എങ്ങനെ എന്താ പറയുക എന്നുള്ളത്. എന്താ പറയുക അവരോട്? വയനാടിൻ്റെ ദുരന്തം അറിയാലോ നിങ്ങൾക്ക്. ഒരു നിമിഷം എന്താ പറയുക? ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ. വല്ലതും പറയാൻ പറ്റുമോ? എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ, അതും മരണം എന്നത് ചില്ലറയല്ല. ജീവിക്കാൻ കൊതിയുള്ളവര്, ജീവിച്ച് കൊതി തീരാത്തവര് വെള്ളത്തിൻ്റെ ചളിയുടെ ഉള്ളിൽപ്പെട്ട് ജീവൻ പോവാതെ പെടഞ്ഞ് കരയുകയാണ് ജീവൻ രക്ഷിക്കാൻ. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വയം നഷ്ടപ്പെടും. മനസ്സിലാവുണ്ടോ? അപ്പൊ അതാണ് ജീവിതം. പലരും പല ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കാണുന്നു. ആണോ അല്ലയോ? പലരും പല രീതിയിൽ. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾ, ബോംബെയിൽ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരാളെ എടുത്തു കൊണ്ടുപോയി, ഒരു കാരണവരെ. ഒരു മകൻ IIT കഴിഞ്ഞ മകനും ഒരു മകൻ ലോയറുമാണ്. ആർക്കും വേണ്ടാതെ വീട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ തെരുവിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കും വേണ്ട അവർക്കൊന്നും. അപ്പം ആളെ എടുത്തിട്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നൊരു, ആർക്ക് കാര്യങ്ങളും വായിച്ചു അറിയില്ല, പത്രത്തിലെ വാർത്ത, നാഷണൽ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത. ആലോചിച്ച് നോക്കൂ, ഇത്രയും വിദ്യാഭ്യാസമുള്ള മക്കള് സ്വപ്നം വിചാരിച്ചിട്ടുണ്ടാവുമോ? സമയം മുഴുവൻ ചെലവഴിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് IIT-യിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, എത്ര പൈസ വേണം? പക്ഷെ അവസാനം താൻ റോട്ടിലേക്കാണെന്ന് എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടാവും? പറയൂ. അപ്പം മനുഷ്യന്റെ ഗതിവിഗതികൾ ആർക്കും അറിയില്ല. കൃഷ്ണൻ എങ്ങനെന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ മക്കളുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ അവർ വരുത്തിക്കൂട്ടുന്ന ശാപം കൊണ്ടുണ്ടായ അസ്ത്രം കൊണ്ടാണ് എൻ്റെ അന്ത്യം എന്ന് കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? കൃഷ്ണന്റെ കാലിൽ തറയ്ക്കുന്ന അസ്ത്രം, അത് കൃഷ്ണന്റെ മക്കൾ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. കഥകളൊക്കെ നാളെ നമ്മൾ കാണും. കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? അത് രാമൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ ഗർഭിണിയായ സീതയെ ആശ്രമത്തിൽ കൊണ്ടാക്കണമെന്നും ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും തനിക്ക് നിയോഗം ഉണ്ടാവില്ല കുട്ടിക്കാലത്ത്. രാമൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഗതിവിഗതികളിലൂടെ, കർമ്മ ചക്രങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷെ ഇവിടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭാഗവതം നമുക്ക് തരുന്ന ഒരു ഉൾക്കരുത്ത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് തരുന്ന ഒരു മനോബലം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നിരന്തര സാധന ഒരിക്കലും മുടക്കരുത്. പൂതനയിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള യാത്രയാണ് പൂതന മോക്ഷം. ഇത്രയും പറയുന്നുള്ളൂ. എന്താ പറഞ്ഞത്? പൂതന മനസ്സിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള ഒരു യാത്രയാണ്, തീർത്ഥയാത്രയാണ്, ഒരു പ്രയത്നമാണ്, പരിശീലനമാണ്, അഭ്യാസമാണ് പൂതന മോക്ഷം. ഇതൊരു പെണ്ണിൻ്റെ കഥയോ അവള് മലയിൽ വിഷം പുലർത്തി കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചൊരു കഥയായിട്ട് മാത്രം കാണരുത്. പിന്നെ എന്തിനാണ് ഈ മുലയിൽ വിഷം പുരട്ടി എന്നൊക്കെ പറയുന്നത്? അതാണ് ഗീതയിലെ ആ ചോദ്യം, കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. നമ്മളൊക്കെ പാപം ചെയ്തു പോകുന്നു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ തളർത്തുന്നതാണ് പാപം. മനസ്സിനെ തളരാൻ അനുവദിക്കുന്നതാണ് പാപം. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഒരു പാപികളാണ്. എന്താണ് പാപികൾ എന്ന് വിളിക്കാൻ കാരണം വെച്ചാൽ, എപ്പോൾ മനസ്സ് തളരും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. തളർത്തുന്നതിലാണ് പിടിച്ചിരിക്കുന്നത്. തളർത്താൻ സാധ്യതയുള്ളതിലാണ് നമ്മൾ മുറുകെ നമ്മൾ അറിയില്ല. നമുക്കിപ്പോൾ അത് മനസ്സിലാവുന്നില്ല. അതാണ് ഈ മായയുടെ ബലം കൊണ്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ധാരണ ഇതൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, സ്ട്രോങ് ആണെന്നാണ്. ഒരു പക്ഷി ഒരു പരുന്ത് താഴെ വന്നിരിക്കുമ്പോൾ, ഒരു മരത്തിന്റെ ശാഖയിൽ വന്നിരിക്കുമ്പോൾ, കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, ആ പക്ഷിയുടെ ധാരണ അതൊരു സേഫാണ്, സുരക്ഷിതാണ്, ഒക്കെയാണെന്നുള്ളത് അല്ലേ?
അതുകൊണ്ടല്ലേ അത് വന്നിരിക്കുന്നത്. മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ പരുന്ത് വട്ടമിട്ട് പറന്ന് അവസാനം ഒന്ന് വിശ്രമിക്കാനായിട്ട് താഴെ ഒരു കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ഉണക്ക ഓലയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, എന്ത് വന്നിരുന്നതും വീണു, ഓല വീണു. ഇന്ന് വരെ ഒരു പക്ഷിയും ഓലയോടൊപ്പം താഴെ വീണിട്ടില്ല. നമ്മളും ഇതുപോലെ പലതിലും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ബന്ധങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വസ്തുക്കളിൽ പലതിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, പണം നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, മനസ്സിലായില്ലേ? ബിസിനസ് നഷ്ടപ്പെട്ടാൽ അതിലൊക്കെയാണ് മനസ്സ് പിടിച്ചു നിൽക്കുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതം അതോടുകൂടി തകർന്നുപോയി. ആണോ അല്ലയോ? മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരില്ലേ? കരത്താകാനുള്ള കഴിവില്ല. ഈ തരത്തിൽ നമ്മൾ പലതിലും ഇരിക്കുമ്പോൾ ഓർക്കണം, ഇരിക്കുന്നതൊന്നും നമ്മുടെ കൂടെ എന്നും സുരക്ഷിതമായി ഉള്ളതല്ല. ഇത് പ്രാരബ്ധത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, കാലചക്രത്തിൽപ്പെട്ടതാണ്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും പറ്റില്ല. കാരണം കാലചക്രത്തിന്റെ ഗതികൾ മാറ്റാൻ അവതാര പുരുഷന്മാർക്ക് പോലും പറയൂ സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തേ ഇങ്ങനെ സംഭവിച്ചത്? എന്തേ ഞാൻ ഇത്രയും കാലം ഗുരുവായൂരമ്പലത്തില് മാസം അക്കൗണ്ട് കൊടുക്കുന്നതാണല്ലോ, ഗുരുവായൂരപ്പൻ എന്തേ എൻ്റെ നേരെ കണ്ണു തുറക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടില്ലേ? പിന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കൃഷ്ണന്റെ തന്നെ സഹോദരിയുടെ പുത്രൻ അഭിമന്യു യുദ്ധക്കളത്തിൽ മരിക്കുമ്പോൾ കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഭദ്രയുടെ പുത്രൻ മരിക്കുന്നത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുനന്റെ പുത്രൻ മരിക്കുന്നത്. ഈ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പൂന്താനം എത്ര വലിയ ഭക്തനായിരുന്നു. ഒരേ ഒരു ഉണ്ണി നഷ്ടപ്പെട്ടു പോയ പൂന്താനത്തിന്റെ കഥ നമുക്കറിയില്ലേ? അറിയാത്തതാണോ? പറയൂ. എന്തേ ഗുരുവായൂരപ്പൻ ഇത്രയും തൻ്റെ ഭക്തനെ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു ഭക്തന്റെ ഒരു പുത്രനെ ഭഗവാൻ എന്തിനാ പിന്നെ ഭഗവാൻ എന്തേ കൊടുക്കായിരുന്നില്ലേ? ഇതൊക്കെ എന്താ നമ്മൾ ഉൾക്കൊള്ളാത്തത്? അല്ലേ? ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? കേറുന്നുണ്ടോ തലയിൽ? മനസ്സിലാവുണ്ടോ? ഞാൻ നിങ്ങളെ സെന്റിമെന്റ് ആക്കല്ല. ദാറ്റ്സ് എ ട്രൂത്ത് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഒരു ഭഗവാനും ഇതൊന്നും പിടിച്ചു നിർത്താൻ പറയൂ. ആ ബോധ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല എന്നൊരു ബോധം ഉണ്ടോ? ഒന്നുകൂടി പറയാം, ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല. കാരണം ഇതൊക്കെ കാലത്തിന്റെ ചക്രത്തിൽ പോകുന്നതാണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഭഗവാനെ തന്നെ പിടിക്കാൻ ശ്രമിക്കേ വഴിയുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അതാണ് പറയുന്നത്. അപ്പൊ അടുത്തതിന് ഉത്തരം പറഞ്ഞു നോക്കൂ നിങ്ങൾ. അടുത്ത് ഞാൻ ഗീതയിലെ 38 ശ്ലോക പറഞ്ഞത് 36 അല്ലേ? 36. അവിടെ 38 ശ്ലോകം ശ്രീ ഭഗവാൻ വാച അല്ലേ? ഭഗവാൻ പറയുന്നത് എത്രാമത്തെ അത് അറിയില്ല. 37. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവാന മഹാശനോ മഹാപാത്മാ വിദ്യേനം ഇഹ വൈരിണം. എന്താ പറയുന്നത്? കാമയേഷ ക്രോധയേഷ. കാമവും ക്രോധവും. കാമം എന്നാൽ അർത്ഥം ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള വികാരമല്ല അവിടെ. കാമം എന്ന് പറഞ്ഞാൽ അമിതമായ ഒട്ടൽ എന്നർത്ഥം. ക്രോധം എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചതൊക്കെ വിട്ടുപോകുമ്പോൾ, കൈവിട്ടു പോകുമ്പോഴുള്ള പ്രതിഷേധം, റിയാക്ഷൻസ്, ഫ്രസ്ട്രേഷൻസ്, നിങ്ങളുടെ ഡിപ്രഷൻസ്. സത്യല്ലേ? എവിടെ കാമമുണ്ടോ ക്രോധം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഒരു നാണയത്തിൻ്റെ 2 വശമാണത്. അത് കോൺട്രഡിക്ഷൻ അല്ല, കോംപ്ലിമെന്റ് ആണ്. ഒന്നുണ്ടോ മറ്റതുണ്ട്. അത് രണ്ടും ഒരേ ലൈനിൽ പോകുന്നതാണ്. കാമമുണ്ടെങ്കിൽ അവർക്ക് പറയൂ ക്രോധമുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അമ്മമാരിങ്ങനെ തോളിലെടുത്ത് വാവാവോ വാവാവോ എന്നൊക്കെ പറഞ്ഞ് ഉറക്കി ആ ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവാതെ അതിനെ എന്ത് ചെയ്യും? താഴെ ഒന്നുകിൽ തൊട്ടിലോ അല്ലെങ്കിൽ കിടക്കയിലൊക്കെ കടത്തുന്ന പോലെ
മനസ്സിലായില്ലേ? ഇതുപോലെ ഭഗവാൻ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ തട്ടി 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 ഭഗവാന്റെ നാമത്തിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? പറയാതെ ആ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. ഇതാണ് ഈ പൂതന മോക്ഷം എന്നൊരു കഥ. അപ്പൊ എന്താ പൂതന മോക്ഷം? പൂതന മനസ്സിനെ പൂതാത്മാവിലേക്ക് തിരിച്ചുവിടുന്ന ആ ഒരു എന്താണ് സാധന പറഞ്ഞു തരുന്ന കഥയാണ് പൂതന മോക്ഷം. ഇതെവിടെയാ സംഭവിക്കേണ്ടത്? എവിടെയാ സംഭവിക്കേണ്ടത്? പൂതനയിലാണോ? നമ്മളിലാണ്. അപ്പൊ ഭഗവാൻ എന്തിനാ കണ്ണടയ്ക്കുന്നത്? ഇരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണു തുറന്നിട്ടും കാര്യമില്ല, കണ്ണടക്കിയാണ് ഭഗവാൻ. കാരണം നിങ്ങൾ പിടുത്തം വിടുന്നില്ല. എന്നാൽ എന്ന് നിങ്ങൾ നാമത്തിൽ മുഴുകുന്നുണ്ടോ അപ്പൊ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു, നിങ്ങൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ നേരെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യും. നിങ്ങളുടെ നേരെയല്ല വരുന്നെങ്കിലോ? എന്താ ഒന്നും മിണ്ടാത്തത്? കല്യാണത്തിന് പോയി അവിടെ ഒരുപാട് ആൾക്കാർ പലരും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ നിങ്ങളുടെ നേരെ വരുന്നു എന്നുള്ളത്, പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങോട്ട് നോക്കും? പിന്നെ അവർ പ്രതീക്ഷിക്കോ? നിങ്ങൾ കണ്ണടയ്ക്കോ അവരെ നേരെ? മീൻസ് അവരെ ശ്രദ്ധിക്കാതിരിക്കോ? മനസ്സിലായില്ല? കല്യാണത്തിന് പോയി ഇരിക്കുന്ന നിങ്ങൾ, അവിടെ നിൽക്കുന്ന ഒരാള് നിങ്ങളെ നേരെ ഒരു സുഹൃത്ത് വരുന്നു നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ കണ്ണു ഇവരെൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല. അവർ വേറെ എവിടേക്കോ ശ്രദ്ധ വെച്ച് പോയി. പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യോ? അവരെ കാത്തിരിക്കുമോ? ഇതുപോലെയാണ് ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഭഗവാനെയല്ല, നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്ക് വേണ്ടത് എന്താണ്? ലൗകികങ്ങളായ കാര്യങ്ങൾ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണം? എൻ്റെ നേരെയല്ല വരുന്നത്, എന്നെയല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണോ? കണ്ണടയ്ക്കണോ? ഇനി നിങ്ങൾ സ്വയം ചോദിക്കും, നിങ്ങളുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ ഭഗവാൻ നമ്മുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ? ഏതാണ്? കണ്ണ് തുറന്നിട്ടാണോ? എങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് കണ്ണ് തുറന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഭഗവാൻ തൊഴുതു പോകുന്നവരുടെ നേരെയൊന്നും കണ്ണ് അങ്ങനെ എളുപ്പത്തിലൊന്നും തുറക്കില്ല. കാരണം അവർക്ക് ലൗകികമേ വേണ്ടൂ. അവർ ഭഗവാനെ മൈൻഡ് ചെയ്യാനല്ല, ഭഗവാനിൽ നിന്ന് വല്ലതും കിട്ടുന്നത് മൈൻഡ് ചെയ്യാൻ പോവാണ്. ഭഗവാനിൽ നിന്ന് വല്ലതും ചോദിക്കുന്നതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ചോദിക്കുക എന്നെ വേണമെന്ന്. അത് വേണ്ടാന്ന്. ദുര്യോധനും അർജുനനും കൃഷ്ണനെ കാണാൻ പോയി യുദ്ധ സഹായത്തിന് വേണ്ടിയിട്ട്. യുദ്ധം ആസന്നമായ സമയത്ത് ഭഗവാൻ 2 ചോയ്സാ കൊടുത്തത്. രണ്ടുപേരോട്, ആയുധമെടുക്കാത്ത എന്നെ വേണോ, എൻ്റെ സൈന്യം വേണോ, എൻ്റെ യാദവ സൈന്യം വേണോ? ദുര്യോധൻ പറഞ്ഞു, നിന്നെ കിട്ടിയിട്ട് എന്ത് കാര്യം? പശുവിനെ കറക്കാനേ അറിയുള്ളൂ നിനക്ക്. ഓടക്കൊള്ളു വിളിക്കാനും പശുവിനെ കൊണ്ട് നടക്കാനും. എനിക്ക് കൃഷ്ണ നിന്നെ വേണ്ട, എനിക്ക് ആരെ മതി? സൈന്യത്തെ വേണം. അർജുനൻ പറഞ്ഞു, കൃഷ്ണനെ അല്ലാതെ എനിക്ക് വേറെന്താ വേണ്ടത്? എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടൂ. അർജുനന്റെ നേരെ കണ്ണു തുറന്നു, ദുര്യോധന്റെ നേരെ കണ്ണടച്ചു. മനസ്സിലാവുണ്ടോ? ഈ ഭക്തി ഉണ്ടാവൽ എളുപ്പമാണോ? അല്ല, ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്രകാരം ഈ ഒരു കഥയ്ക്ക് ശേഷം പിന്നീട് നമുക്ക്, എനിക്ക് തോന്നുന്നു 16-ാം അധ്യായത്തിൽ കാളിയമർദ്ദന മോക്ഷം കഥ എടുക്കാം. സമയം അങ്ങോട്ട് അനുവദിക്കില്ല നമ്മളെ. കാളിയമർദ്ദന ലീലയും നമുക്ക് അറിയാം കഥ. കാളിന്തിയില് വിഷം ചുമത്തിക്കൊണ്ടിരുന്ന ഉഗ്ര കാളിയ സർപ്പം
മുകളിലൂടെ പോകുന്ന പക്ഷികൾക്ക് പോലും ആ വിഷത്തിന്റെ തീവ്രത അനുഭവപ്പെട്ട് താഴോട്ട് വീഴുന്നതാണ്. പശുക്കുട്ടികൾക്ക് കുടിക്കാൻ പറ്റില്ല. ഒരിക്കൽ പശുക്കുട്ടികൾ ആ വെള്ളം കുടിച്ചതും വിഷത്തിന്റെ ശക്തി കൊണ്ട് മൂർച്ഛിച്ചു വീണു. ഭഗവാൻ ആ പശുക്കുട്ടികളെ എല്ലാം അതിനൊക്കെ കാരുണ്യത്തിന്റെ ഒരു അനുഗ്രഹം കൊടുത്ത് പുറത്തു കൊണ്ടു. കൃഷ്ണൻ മനസ്സിൽ കൽപ്പിച്ചു, എങ്കിൽ കാളിയന്റെ അഹന്ത ഇന്ന് ഞാൻ തീർക്കുന്നു. തന്റെ ഉത്തരിയൊക്കെ അരയിൽ വലിച്ചു കെട്ടി കാളിന്തിയിലേക്ക് ചാടി പോയിട്ട് അങ്ങനെ അടിത്തട്ടിലേക്ക് പോയി കാളിയനെ ഒന്ന് പ്രകോപിപ്പിച്ചു. കൃഷ്ണനെ കുത്താനായിട്ട്, ആഞ്ഞു കുത്താനായിട്ട് കാളിയൻ പണം വിരിച്ചു വരുന്നു. കാരണം ഇന്ന് വരെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒരുത്തനും ധൈര്യം കാണിച്ചിട്ടില്ല. എങ്കിൽ ഏതൊരുത്തനാ വന്നത്, കാണാനോ എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ കാളിയൻ വരുന്നു. കാളിയൻ തല പൊക്കിയതും ഭഗവാൻ മുങ്ങി. കാളിയൻ കൃഷ്ണനെ പിടിക്കാൻ മുങ്ങിയതും കൃഷ്ണൻ പൊങ്ങി. കാരണം കൃഷ്ണന് മുങ്ങാനും പൊങ്ങാനും വളരെ കഴിവുണ്ടായിരുന്നു. അത് കൃഷ്ണൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മുങ്ങണ്ടടുത്ത് മുങ്ങണം, പൊങ്ങണ്ടടുത്ത് പൊങ്ങണം. കൃഷ്ണൻ മുങ്ങിയത് വാസ്തവത്തിൽ കാളിയൻ വിചാരിച്ചു പേടിച്ചിട്ടാണ്. കൃഷ്ണൻ മുങ്ങിയത് ഇവന്റെ വാല് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം പാമ്പിന്റെ ശൗര്യം വാലിലാണ്. വാലിൽ പിടികിട്ടിയതും ഭഗവാൻ പൊങ്ങി. അപ്പോഴേക്കും അവന്റെ വാലിന്റെ പിടുത്തം കൃഷ്ണന്റെ കയ്യിൽ കിട്ടിയോടുകൂടി അവന്റെ ശക്തി കൈവിട്ടു. പിന്നെ അവൻ ആഞ്ഞു കൊത്താനൊക്കെ നോക്കുമ്പോഴേക്കും പണത്തിൽ ചാടി കയറി. ഭഗവാൻ പിന്നെ അങ്ങോട്ടൊരു നൃത്തമാണ്. ചവിട്ടി ചവിട്ടി അതവാരിനി ഘോരനിത്യം മനോഹരമായിട്ട് പട്ടതിരിപ്പാണ് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ നടത്തിയ ആ ഒരു കാളിയ മർദ്ദന ലീല, അവന്റെ ഉള്ളിലെ വിഷം മുഴുവൻ പുറത്തു വന്നു. കുറെ കഴിഞ്ഞ് അവനിങ്ങനെ തളരുമ്പോഴാണ് ഇവന്റെ പത്നിമാര് അവിടെ വന്ന്, ഞാൻ അത്ഭുതപ്പെട്ടു എന്റെ ഈ ഭാഗം വായിക്കുമ്പോൾ, ഈ കാളിയന്റെ പത്നിമാര് കൃഷ്ണന്റെ അടുത്തുനിന്ന് വന്നിട്ട് പറയാണ്, ഇവന് 2 കൊടുത്തത് നന്നായി എന്ന്. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന പാർട്ടിയല്ല എന്ന്. ഏതെങ്കിലും ഭാര്യ പറയാം ഭർത്താവിന് 2 കിട്ടിയത് നല്ലതാണെന്ന്. കാരണം ഇവന്റെ അഹങ്കാരം വെച്ച് നോക്കുമ്പോൾ ഇവനൊരു ഒതുക്കം വരാൻ 2 കിട്ടിയത് ന്യായോഹിദണ്ഡോ എന്നാണ്. ഭഗവാന്റെ ആ ദണ്ഡം, ആ ഒരു ശിക്ഷ വളരെ നന്നായിട്ടുണ്ട് ഭഗവാനെ. എല്ലാം നല്ലതിനാണ്. പിന്നെ അങ്ങോട്ട് ആധ്യാത്മികമാണ്. അവിടുത്തെ ശിക്ഷകളൊക്കെ മനുഷ്യനെ രക്ഷിക്കാനാണ്, അനുഗ്രഹിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇവനെ രമണകം എന്ന ദ്വീപിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് കഥ. അപ്പൊ ഈ കഥയും നമ്മൾ മനസ്സിലാക്കണം. കാളിയ മർദ്ദനം, കാളിയ മർദ്ദനം എന്ന ലീല കൊണ്ട് കാളിന്തിയെ കാളിയ വിഷത്തിൽ നിന്നും ഭഗവാൻ എന്നേക്കുമായി മുക്തമാക്കി. കാളിന്തിയിൽ വിഷമുണ്ടാക്കി വെക്കുന്ന കാളിയൻ അതാരായിരിക്കും? മനസ്സാകുന്ന കാളിന്തിയിൽ വിഷമുണ്ടാക്കി വെക്കുന്ന ഞാനെന്നൊരു ഭാവത്തെ ഇവിടെ കാളിയനായിട്ട് സങ്കല്പിച്ചാൽ, ഈ ഞാനെന്ന ഭാവത്തിലുള്ള സ്വാർത്ഥതയും ദ്വേഷവും അസൂയയും ക്രോധവും ഇതൊക്കെ ഓരോരോ പണങ്ങളായി കാണാൻ സാധിച്ചാൽ, ഈ കാളിയൻ ഇന്ന് എവിടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അപ്പോ ഭഗവാൻ നമുക്കൊരു ഉറപ്പ് തരികയാണ്. അതാണ് ഈ ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെയും മഹത്വം. നമ്മളെ ആരെയും ഡീഗ്രേഡ് ചെയ്യലല്ല ഭാഗവതത്തിന്റെ ലക്ഷ്യം. പല കുറവുകളും ന്യൂനതകളും പോരായ്മകളും വൈകല്യങ്ങളും ഉണ്ടാവാം. പലരുടെയും മനസ്സിൽ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റികളും ഉണ്ടാവാം. മനസ്സിലായില്ലേ? പലരെയും പറ്റിച്ചിട്ടുണ്ടാവും, ചിലർ ചതിച്ചിട്ടുണ്ടാവും, ചിലർ ദ്രോഹിച്ചിട്ടുണ്ടാവും. പല രീതിയിലൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാർത്ഥത. കുട്ടിക്കാലത്തൊന്നും സ്വാർത്ഥത ഇല്ല, ഉണ്ടാവില്ല. പോരടിച്ചിട്ടുണ്ടാവില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? പോരടിച്ചിട്ടുണ്ടാവില്ല, ദ്രോഹിച്ചിട്ടുണ്ടാവില്ല. 80ാമത്തെ വയസ്സിൽ നിങ്ങൾ നല്ലവരാന്ന് പറയരുത്.
ചിലര് പറയാറുണ്ട്, ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല സ്വാമി എന്ന്. അത് പറയുമ്പോഴും ഒരു കൊതുകിനെ കൊന്നു എന്നല്ല, ആ ദേഷ്യം തീർക്കാൻ ചിലപ്പോൾ വെച്ച് ദേഷ്യത്തും ഉണ്ടാവും. അത് ഈ തരത്തിലാണ് മനുഷ്യൻ. അപ്പൊ നമ്മൾ പലരെയും ദ്രോഹിച്ചിട്ടുണ്ടാവും, പല രീതിയിലുള്ള കുറവുകളും ന്യൂനതകളും ഒക്കെ മനസ്സിൽ ഉണ്ടാവും. ഇവിടെയാണ് നോക്കൂ നിങ്ങളുടെ ഭാഗവതത്തിന്റെ പ്രത്യേകത. എത്ര കാളിയൻ ഉള്ളിലുണ്ടായാലും ഭഗവാന്റെ നാമമാകുന്ന ആ കൃഷ്ണന്റെ നൃത്തം ഉള്ളിൽ ചവിട്ടാൻ തുടങ്ങിയാൽ ഏത് അപവിത്രമായ മനസ്സും ഏത് കാളിന്തിയും വിഷത്തിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കും. അപ്പൊ നാമത്തിന്റെ ശക്തി അത്ര മഹത്വമാണ്. നാമം കൊണ്ട് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരെ കൊണ്ട് ഒരു 108 തവണ നാമം ചൊല്ലിക്കാൻ സാധിച്ചാൽ തന്നെ വളരെ കഴിവും മിടുക്കുമുള്ളവരായി കരുത്തുമുള്ളവരായി പലരും മാറും. കാരണം മനസ്സിന്റെ ശക്തി കൂടുന്തോറും മനുഷ്യന്റെ കഴിവുണരും, മനുഷ്യന്റെ ശക്തി ഉണരും. അമ്മമാരതായിരുന്നു വേണ്ടിയിരുന്നത്. വാസ്തവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഋഷിവര്യന്മാര് പലതും ശാസ്ത്രീയമായി മനസ്സിലാക്കിയത് നമുക്കങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഈ ജപമാല കൊണ്ട് അമ്പലത്തിൽ പോവുക, നിങ്ങൾ ഈ ഇസ്കോൺകാരൊക്കെ ചെയ്യുന്നത് കാണാം. പക്ഷെ അവർ ഏത് രീതിയിലാണ് അത് ജപിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ അത്ര ഇസ്കോണിലൊക്കെ ഞാൻ പലപ്പോഴും പോവാറുണ്ട്, ഒരു ഗസ്റ്റ് എന്നൊക്കെ നിലയ്ക്കുന്നല്ലാതെ കൂടുതൽ അത്ര അങ്ങോട്ട് അസോസിയേറ്റഡ് അല്ല. മനസ്സിലായില്ലേ? അപ്പോ ഈ ജപമാല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ജപമാല കൊണ്ടുള്ള ജപം നിങ്ങൾ ശ്രദ്ധിച്ചുള്ളത് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കുന്നത്. ജപമാല വെച്ചിട്ടുള്ള ജപം, ഈ നടുവിരലിലാണ് ഈ ജപമാല ശരിക്ക് തൂക്കിയത്. തള്ളവിരൽ കൊണ്ടാണ് ഈ ജപമാലയിലെ കണ്ണികള് മുത്തുകള് നമ്മൾ പുറകോട്ട് ജപിക്കുന്നത്. ഓരോ കണ്ണി ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം, ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ, ഏതെങ്കിലും ഒരു മന്ത്രം. 7-ാം സ്കന്ധം 1-ാം അധ്യായത്തില് അതൊക്കെ പറഞ്ഞ ഫസ്റ്റ് വോളി ഉണ്ടാവില്ലേ നിങ്ങളടുത്ത്, അതിൽ പറയും കേന പ്രകാരേണ മനകൃഷ്ണേ നിവേശി എന്നാണ്. ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയാൽ മതി എന്നാണ്. ഭാഗവതം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട്. അതായത് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ഒരു കൃഷ്ണനും കോപിക്കില്ല എന്നർത്ഥം. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഓം നമഃ ശിവായ ചൊല്ലിയാൽ കൃഷ്ണൻ ഒരിക്കലും കോപിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം അതിൽ തന്നെ മനസ്സുറപ്പിച്ച് ഈ നടുവിരലിൽ തൂക്കി തള്ളവിരൽ കൊണ്ട് അമർത്ത്. ഈ നടുവിരൽ എന്നത് നമ്മുടെ പ്രാണന്റെ പ്രധാന നാഡി കണക്ട് ചെയ്തിരിക്കുന്ന നടുവിരലായിട്ട് നമ്മുടെ പ്രാണബലം കൂട്ടാൻ, പ്രാണശക്തി കൂട്ടാൻ ഈ നടുവിരലിൽ തൂക്കിയിട്ട് നമ്മൾ ഈ കണ്ണികൾ പ്രസ് ചെയ്യുമ്പോൾ ആ നെർവിന് പ്രഷർ കിട്ടുമ്പോൾ അത് പ്രാണബലം കൂട്ടും. ഞാനിത് പറയാൻ കാരണം വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത കാര്യം, ഈ പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ ഈ സെൻട്രൽ വിരലായിരിക്കും വളരെയധികം ഇളകാൻ തുടങ്ങുന്നത്, അല്ലെ? നടുവിരല്. ദാറ്റ് മീൻസ് ആ ഒരു പർട്ടിക്കുലർ നെർവിനുണ്ടാകുന്ന ക്ഷതം, ഉണ്ടാകുന്ന വീക്ക്നെസ് ആണ് ഈ നടുവിരല്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ പാർക്കിൻസൺ വന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഏത് വിരലിലാണ് തുടങ്ങുക? മിഡിലല്ലേ? ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചവരാരുമില്ല. ഏത് വിരലിലാണ് തുടങ്ങുന്നത്? നടുവിരലല്ലേ? ആണോ? ഒബ്സർവ് ചെയ്തൊക്കെ ഞാൻ അനവധി ആളുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നടുവിരൽ പ്രാണന്റെ പ്രധാന നാഡിയുടെ ബന്ധമാണ്. ഓർമ്മശക്തിയുടെ നാഡി കണക്ട് ചെയ്തിരിക്കുന്നത് തള്ളവിരലിലാണ്. അതാണ് നമ്മൾ കോൺഫിഡൻസ് പറയുമ്പോൾ തള്ളവിരൽ കാണിക്കുന്നത് ബുദ്ധി, ഓർമ്മശക്തി. ഈ തള്ളവിരൽ നമ്മുടെ ബുദ്ധിയുടെ ഓർമ്മശക്തിയുടെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? അപ്പൊ 2 ശക്തികൾ, ഓർമ്മശക്തിയും പ്രാണശക്തിയും, ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ തള്ളവിരൽ കൊണ്ടും
തള്ളവിരൽ കൊണ്ട് അമർത്തിയും നടുവിരൽ തൂക്കിയിട്ട് ഓരോ കണ്ണികള്. അപ്പൊ നോക്കൂ നിങ്ങള്, ഇങ്ങനെ നമ്മളെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ഈ കുട്ടികൾ ഏത് പരീക്ഷയും ഫേസ് ചെയ്യുമായിരുന്നു. ഒരു റാങ്കിങ്ങിലും അവർ ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോവില്ല. ഏത് പ്രതിസന്ധികൾ അവർ തരണം ചെയ്യുമായിരുന്നു. നമുക്ക് ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരണ്ടേ? വേണോ വേണ്ടേ? പറയൂ. അപ്പൊ വെറുതെ തൊഴുതുപോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഭക്തി കൊണ്ട് നടക്കുന്നതാണോ ശരി? പറയൂ നിങ്ങള്. ഇതിനൊരു മാറ്റം ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലും ഒരു തുടക്കം വേണ്ടേ ഇതിന്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഒരു ചേഞ്ച് വേണ്ടേ? അതാണ് കാളിയന്റെ പണത്തിൽ, നമ്മുടെ ഉള്ളിലുള്ള ദുർബലതകളാകുന്ന കാളിയന്റെ പണത്തിൽ, ഉള്ളിലുള്ള ദുർബലതകളാകുന്ന കാളിയ പണത്തിൽ നാമത്തിന്റെ നൃത്തം നടന്നാൽ കാളിന്തി പവിത്രമായി, മനസ്സാകുന്ന കാളിന്തിയെ പവിത്രമാക്കുന്ന ലീലയാണ് കാളിയ മർദ്ദന ലീല. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ലീലയാണ്. ഇങ്ങനെ ഓരോ ലീലകളും, ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ സമയങ്ങൾ ഒഴുകി പോകുന്നു പെട്ടെന്ന്. ഓരോ ലീലകളും നമ്മൾ നോക്കുമ്പോൾ വലിയ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഡോണ്ട് ഡീഗ്രേഡ് യുവർ സെൽഫ്. മനസ്സ് വളരെ ദുർബലാണ്, എനിക്ക് ഓരോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. എപ്പോഴും ഗീതയില് 9-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകം ഓർക്കുക. 9-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, അഭിഛേദുരാചാര ഭജതേ മാം അനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ അഭിഛേസു ദുരാചാര. നിങ്ങൾ എങ്ങനെയുള്ള ദുരാചാരികളായാലും ശരി, അതായത് ദുർബലരായാലും ശരി, നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയൊക്കെയുള്ള ദുർബലതകൾ ഉണ്ടായാലും ശരി, അഭിഛേദുരാചാര ഭജതേ മാം അനന്യഭാഗ്, വാട്ട് എവർ ബി ദ വീക്ക്നെസ് കണ്ടെയ്ൻ ഇൻ ദ മൈൻഡ്, ഒറ്റ കാര്യം ചെയ്യൂ നിങ്ങൾ, ഭജതേ, എന്നെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഭജിക്കാൻ തുടങ്ങും. സാധുരേവ സമന്തവ്യ, നിങ്ങൾ ആരായി മാറും? സാധു എന്ന് പറഞ്ഞാൽ പാവം എന്നല്ല. സാധു എന്ന സംസ്കൃതത്തിനർത്ഥം ശ്രേഷ്ഠൻ. നിങ്ങൾ ആരായി മാറും? ശ്രേഷ്ഠന്മാരായി മാറും. അപ്പൊ നോക്കൂ, എന്തെല്ലാം ദുർബലതകളുണ്ടോ, ലെറ്റ് ഇറ്റ് ബി ദേർ, അതവിടെ കടന്നോട്ടെ എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ കാളിയന്റെ മുകളിൽ കൃഷ്ണന്റെ നൃത്തം, നാമനൃത്തം ഉണ്ടാവണം. അപ്പൊ ആരായി? സാധുവായി. ഭഗവാൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ അതിൽ വിജയിച്ചാൽ ക്ഷിപ്രം ഭഗവതി ധർമാത്മാ. നെക്സ്റ്റ്, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തിമതി ഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി എന്നാണ്. ആരാണോ അങ്ങനെ നിരന്തരമായൊരു സാധന അനുഷ്ഠിക്കുന്നത്, അവര് ധർമാത്മാക്കളായി, ശ്രേഷ്ഠന്മാരായി, മഹത്തുക്കളായി. മനസ്സിലായില്ലേ? പരിണാമം സംഭവിക്കും, പരിവർത്തനം സംഭവിക്കും. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്നതിന് ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുന്നവരാണ് നമ്മള്. അതിനാണ് നമ്മള് കാളിയ മർദ്ദന ലീല പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറയണ്ട. വിഷമങ്ങൾ ഉണ്ടാവട്ടെ, ദുഃഖങ്ങൾ ഉണ്ടാവട്ടെ, പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ, അതിനൊക്കെ ഒരു മൂലയിൽ അവിടെ വെച്ച് ഒരു യാത്ര തുടങ്ങുക. നാമജപത്തിന്റെ ഒരു യാത്ര തുടങ്ങിയാൽ മനസ്സ് ക്രമേണ ക്രമേണ പവിത്രീകരിക്കപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പ് തരുമ്പോൾ എന്തിനെക്കുറിച്ച് ഓർക്കണം ഇവിടെ, അല്ലേ? എന്തൊരു കോൺഫിഡൻസാ ഭഗവാൻ തരുന്ന നോക്കൂ. പള്ളിയിൽ ക്രിസ്ത്യൻസിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? കുമ്പസരിക്കണം. നമുക്ക് കുമ്പയിൽ വല്ലതും നിറച്ചിട്ട് തുടങ്ങാം. ആരെയും സരിക്കേണ്ട കാര്യമില്ല, അല്ലേ? എത്ര പെർഫെക്ഷൻ നമ്മുടെ സംസ്കാരത്തിലുണ്ട് നോക്കൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അവർക്ക് മുഴുവൻ മെയിൽ ഡോമിനേഷനാണ്. മുസ്ലിംകാർ വിചാരിച്ചാലേ വല്ലതും നടക്കുള്ളൂ. നമുക്ക് ആർക്ക് വേണമെങ്കിലും പണിയെടുക്കാൻ തയ്യാറുണ്ടോ? പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? മെനക്കെടാൻ തയ്യാറുണ്ടോ? മനസ്സിനെ പവിത്രീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഉറപ്പു തരികയാണ്. ഇപ്രകാരം ഈ ഒരു കഥയ്ക്ക് ശേഷം ഇനി നേരെ 22-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് കാത്യായനി വ്രതം. ഗോപികമാര്
കൃഷ്ണനോടുള്ള അവരുടെ ആ ഒരു പ്രിയം, ഇഷ്ടം, അനുരാഗം, കൃഷ്ണനോടുള്ള അവരുടെ ആ ഒരു അങ്ങേയറ്റത്തെ ഒരു ആവേശം, അവരുടെ മനസ്സിൽ കൃഷ്ണൻ അവരുടെ പതിയായി കിട്ടണം എന്നൊരാഗ്രഹം ഉദിച്ചു. അങ്ങനെ ഗോപികമാരുടെ ജീവിതത്തില് അവരാണ് ധനുമാസത്തിലെ തിരുവാതിര ആദ്യമായി ആഘോഷിച്ചത്. ഈ ധനുമാസ തിരുവാതിര എന്ന ഒരു കേരളീയരുടെ തിരുവാതിര ആഘോഷത്തിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപികമാരിൽ നിന്നാണ്. അവരാണ് ഈ ആഘോഷം കൊണ്ടുവന്നത്. അപ്പൊ അവർക്ക് കൃഷ്ണനെ പതിയായി കിട്ടാൻ വേണ്ടി അവർ കാളിന്തിയിലിറങ്ങി അവിടുത്തെ ആരാധനാദേവിയായ കാത്യായനി ദേവിയോട് കൃഷ്ണനെ പതിയാക്കി തരണം എന്നപേക്ഷിക്കുന്ന പ്രാർത്ഥനയോടുകൂടി അവർ നടത്തിയ ഒരു വ്രതാനുഷ്ഠാനമാണ് കാത്യായനി വ്രതം. അങ്ങനെ ഈ തിരുവാതിര സമയത്തോ ധനുമാസത്തിലെ സമയത്ത് അവർ രാവിലെ പുലർച്ചയ്ക്ക് കാളിന്തി തീരത്ത് വന്നോ വസ്ത്രം കഴിച്ചു വെച്ച് അവർ കുളിക്കുന്നു. അവർ മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി, ഒരു സങ്കല്പം കാത്യായനി ദേവിയാണ്. എന്നിട്ട് ആ ദേവിയുടെ രൂപം നോക്കി എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. കാത്യായനി 22-ാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി ദേവി കൃഷ്ണനെ ഞങ്ങൾക്ക് നന്ദഗോപസുതം പതിം കുരു, ഞങ്ങൾക്ക് നന്ദഗോപപുത്രൻ പതി ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കും. ഈ വ്രതത്തിന്റെ പരിസമാപ്തി ദിവസം കൃഷ്ണൻ വൃന്ദാവനത്തിലെത്തി, ഈ കാളിന്തി തീരത്തിലെത്തി. അപ്പൊ ഇവര് പുലർച്ചയ്ക്ക് ഇങ്ങനെ വന്ന് കുളിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് ഉറക്കെ പറയുന്നുണ്ട്. എന്ത്? കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ, ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് മുങ്ങിയതും പെട്ടെന്നവര് ഞെട്ടൽ പോലെ കേൾക്കുന്നു പുല്ലാങ്കുഴൽ നാദം. അവർക്ക് അത്ഭുതമായി. ദേവി പ്രാർത്ഥന ശരിക്കും കേട്ടു. കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ഒരു ലക്ഷണമല്ലത്. കാരണം എന്തെന്ന് സങ്കല്പിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായി വിചാരിച്ച കാര്യം നടക്കുന്നു. അങ്ങനെ അവർ ആ സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദത്തിലാണ്. അപ്പൊ അതിലൊരു ഗോപിയ പറഞ്ഞത്, നിങ്ങൾ കൃഷ്ണനെ മാത്രമല്ലേ കണ്ടുള്ളൂ എന്ന്, എന്നാൽ അതിൻ്റെ അടുത്തുള്ള കൊമ്പിലേക്കും കൂടി നോക്കാൻ. അടുത്ത കൊമ്പിലേക്ക് നോക്കുമ്പോഴാണ് ഇവരെല്ലാം ഉടുത്ത് അഴിച്ചിട്ട് ആ വസ്ത്രം കൂടി അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കുന്നതേ. അപ്പോഴാണ് അവർക്ക് പരിസരബോധം വന്നത്. തുണിയില്ല, മേലുടുപ്പ് ഒരു വസ്ത്രമില്ല, പൂർണ്ണമായി വസ്ത്രവിവസ്ത്രകളാണ്. പിന്നെ അവർക്ക് നന്ദഗോപസുതം കുരു ഒന്നും വേണ്ട, പിന്നെ അവർക്ക് തുണിയും കുരുന്നായി. നാണം മാറണ്ടേ? അവര് പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾക്ക് വസ്ത്രം തീയതാ. അല്ല ഗോപികമാരെ, പതിയും കുരു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ കുരു ഒന്നും വേണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നാണക്കേട്, വസ്ത്രം തരൂ. പിന്നെ പറഞ്ഞു, തോഴികളല്ലേ, പ്രിയകളല്ലേ, സഖികളല്ലേ, എന്തും പറഞ്ഞാൽ അനുസരിക്കില്ലേ കൃഷ്ണ, കളിയാക്കരുത്, പരിഹസിക്കരുത്, ഞങ്ങളെങ്ങനെ വല്ലാതെ ഭഗവാനെ മോശക്കേടാക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് എന്ത് തരണം? ഞങ്ങളുടെ വാസം തീയത, വസ്ത്രം തരണം. ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ നിങ്ങളുടെ വസ്ത്രം എനിക്കെന്തിനാ? ഞാനെന്താ കൊടുക്കാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ വസ്ത്രമൊക്കെ എനിക്കെന്തിനാ? കയറി വരും വസ്ത്രം തരാന്നോ? അപ്പൊ അവര് പറഞ്ഞു, ആ പണി നടക്കില്ല. കയറി വരാൻ പോലും നാണക്കേടല്ലേ, തുണി വേണ്ടേ മേല്? കൃഷ്ണൻ പറഞ്ഞു, കയറി വന്നാൽ വസ്ത്രം തരാം. കൃഷ്ണ വസ്ത്രം തരൂ. ഇത് കേട്ടപ്പോൾ, വസ്ത്രം തരുന്നില്ല എന്ന് കണ്ടപ്പോ രാധയായിരിക്കാന്നാണ് പറയാ. ഒരു ഗോപിക്ക് കലി വന്നു.
ഗോപിക പറഞ്ഞു രാജ്ഞി ബ്രുവാമഹേ എന്നാണ്. വസ്ത്രം തന്നില്ലെങ്കിൽ ഞാൻ നന്ദഗോപരോട് പറഞ്ഞ് 2 മേടിച്ചു തരുന്ന. കൃഷ്ണന്മാർ ഒരു വിരോധമല്ലേ, വേഗം പോയിട്ട് വരുമെന്ന്. ആരെടുത്തേക്ക്? നന്ദഗോപുരടുത്തേക്ക് പോവാൻ. നന്ദഗോപുരടുത്ത് ഈ തുണിയില്ലേ, അത് പോകാൻ പറ്റുമോ? അപ്പോഴോ ഗോപികയ്ക്ക് മനസ്സിലായത് ഈ വരട്ടോണ്ടൊന്നും കാര്യം നടക്കില്ല. കാര്യം കൃഷ്ണന്റെ അടുത്ത് വസ്ത്രം കിട്ടില്ല. അവസാനം നേരം പുലർച്ചെക്കൊണ്ടിരിക്കുക. അന്ന് മൊബൈലില്ല, അവരുടെ ഭാഗ്യം ഇല്ലേ, നാണക്കേടല്ലേ. ഇവര് പതുക്കെ അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് കയറി, എന്നിട്ടെല്ലാം നാണം മറച്ച് പാവം എങ്ങനെ നിൽക്കും എല്ലാവരും കൂടെ. കൃഷ്ണനോട് വസ്ത്രം ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ്, എന്നാലും നിങ്ങൾ തുണിയില്ലാതെ വെള്ളത്തിൽ മുങ്ങി ഒട്ടും ശരിയായില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. എന്താ പ്രായശ്ചിത്തം? ആകെ നാണം മറയ്ക്കാൻ 2 കൈകളേ ഉള്ളൂ. ആ 2 കൈയും മുകളിലേക്ക് വെക്കണമെന്ന്. ഇന്നെങ്ങാനും കൃഷ്ണൻ ജീവിച്ചിരുന്നാൽ പോക്സോ കേസാണ്. ജനിച്ചിടത്തേക്ക് തന്നെ പോണം. എവിടെ? കാരാഗൃഹത്തില്. പാവം ബെയില് പോലും കിട്ടില്ല, നോൺ ബെയിലബിളാന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ ഗവൺമെന്റും കൂടിയേ വൃത്തി ഇല്ലേ. കാരണം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ കേരളം ഭരിക്കുന്നത്. ചൂണ്ടിക്കാണിച്ച് ആ വിളക്ക് കത്തിച്ചെടുത്താണോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ സംശയമുള്ള ആൾക്കാരൊക്കെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കൈ 2 മൂർധാവിലേക്ക് വെക്കാൻ പറഞ്ഞു. പാവം ഗോപികമാര് കൈ 2 മൂർധാവിലേക്ക് വെച്ചു. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് വേണം ബാക്കി പറയാൻ. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ശരിയാണോ? ആണല്ല എന്ന് പറയരുത്. ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? അല്ലല്ലോ. ഇപ്പൊ ഗുരുവായൂരായതുകൊണ്ട് ഒരു പേടിയുണ്ടോ നിങ്ങക്ക് പറയാൻ? ആണോ അല്ലയോ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ അല്ലയോ? ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ശരിയാണെന്ന്. അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അത് ശരി, കണ്ടവന് തുണിയില്ലെങ്കിൽ നീക്കെന്ത് കാര്യം? അവനവന് തുണിയുണ്ടോ നോക്കിയ പോലെ. കണ്ടവൻ തുണിയില്ലാതെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? അല്ലേ? അല്ല, ഞാൻ തമാശ പറയില്ല. പൊതുവെ കൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്നതല്ലേ ഒരു സോഷ്യൽ ഓർഡറിലുള്ളത്. ആണോ? കാരണം കൃഷ്ണൻ ആ ചെയ്യുന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലും പൊതുവെ സ്ത്രീകൾക്കൊരു അവരുടെ ഒരു മാന്യത പോകുന്ന പോലെയാണ്. ആണോ? എന്നാൽ കൃഷ്ണൻ എന്തിനിത് ചെയ്തു? അതിന് കൃഷ്ണൻ തന്നെ വ്യക്തമായ ഉത്തരം 26-ാം ശ്ലോകത്തിൽ. അതാണ് ഇതിന്റെ ഒരു കണ്ണി, ഒരു പ്രധാന ക്രക്സ് എന്ന് പറയുന്നത്. ആ 26-ാം ശ്ലോകം ഈ അധ്യായത്തിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാവും. അവിടെ കൃഷ്ണൻ ഗോപികമാരോട് പറയുന്നുണ്ട്, ഗോപികമാരെ, മയ്യാവേശിതധിയാം കാമകാമായ കൽപ്പതേ വർച്ചിത്വാ കുദിതാദാന പ്രായോ ബീജായ നേഷ്യതേ. ഗോപികമാരെ, എന്നിലുള്ള ഭക്തി ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർച്ചിത്വാ കൊതിതാ ധാന. നിങ്ങൾ ശ്ലോകം നോക്കിക്കോണേ. വർച്ചിത കൊതിതാ ധാന. ധാന്യം വർച്ചിതം. ധാന്യം വർച്ചിതം എന്ന് പറഞ്ഞാൽ വറക്കുക. ധാന്യം വറുത്തു കഴിഞ്ഞാൽ, വിത്ത് വറുത്തു കഴിഞ്ഞാൽ ബീജം ന ഇഷ്യതേ. ബീജം അതൊരിക്കലും മുളക്കില്ല. അതാണ് ചുരുക്കി പറഞ്ഞത്. വിത്ത് വറുത്താൽ പിന്നീട് അത് മുളക്കില്ല എന്നർത്ഥം. ഇതുപോലെ എന്നിൽ അർപ്പിച്ച മനസ്സ് വീണ്ടും ഒരു ജന്മമെടുക്കേണ്ടതായി വരില്ല. ചുരുക്കി പറഞ്ഞാൽ, എന്നോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, എന്നെ പ്രാപിക്കാൻ എന്നിലേക്ക് മനസ്സിനെ അർപ്പിക്കൂ. ഗോപികമാരെ, തന്നോളം ഗോപികമാരെ ഭഗവാൻ ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന കഥയാണ് ഇവിടെ ഈ ഒരു ഗോപി വസ്ത്രാപഹരണ ലീല, അല്ലെങ്കിൽ കാത്യായനി വ്രതം. അവർക്ക് പതിയായിട്ട് മതി കൃഷ്ണനെ. പക്ഷെ ഭഗവാൻ അവരോട് പറയുന്നു, എന്നെ പതിയാക്കാനല്ല ശ്രമിക്കേണ്ടത്, ഞാനും നിങ്ങളും
ഒന്നെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അവതാരമൂർത്തി ലോകത്തിലുണ്ടായിട്ടുണ്ടാവൂ. അപ്പൊ പിന്നെ എന്തിനാ വസ്ത്രം ഭഗവാൻ എടുത്തു മാറ്റിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ആ വസ്ത്രബോധത്തിൽ നിന്നും, പെണ്ണുങ്ങളാണെന്ന ദുർബല ബോധത്തിൽ നിന്നും, നിങ്ങൾ ജീവാത്മാക്കളാണ്, ജീവാത്മാവായ നിങ്ങൾ പരമാത്മാവിലേക്കെത്തി നമ്മൾ ഒന്നാവാൻ പൂർണ്ണ യോഗ്യരാണ് എന്ന് ഭഗവാൻ ഉറപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇതൊരു വലിയ സത്യമാണ്. ഈ വസ്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ ദേഹത്തെയാണ് എന്നത് ഗീതയിൽ 2-ാം അധ്യായത്തില് 20-ാം ശ്ലോകം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗീതയിലെ 2-ാം അധ്യായത്തില് 20ആണോ 22ആണോ ക്ലാരിഫൈ ചെയ്യണം. വാസംസിജീർണാനി, എത്രാമത്തെ ശ്ലോകം? 22. വാസംസിജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ, എപ്രകാരമാണോ വാസം ജീർണാനി, വസ്ത്രം ജീർണിച്ചാൽ, മുഷിഞ്ഞാൽ, നവാനി ഗൃണ്ണാതി, പുതിയതെടുക്കുന്നു, അതുപോലെ തഥാ ശരീരം ജീർണാനി, ശരീരം ജീർണിച്ചാൽ, നവാനി ശരീരം ഗൃണാതി, പുതിയ ശരീരത്തെ ദേഹി ഗൃണാതി, ദേഹി പുതിയ ശരീരത്തെ എടുക്കുന്നു. അപ്പൊ ഈ ദേഹി, ദേഹം, ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം. ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം. ഭഗവാൻ വസ്ത്രമെടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ദേഹബോധത്തിൽ നിന്നും ഗോപികമാരെ ജീവാത്മഭാവത്തിലേക്കും, അല്ലെങ്കിൽ ദേഹിബോധത്തിലേക്കും ജീവാത്മബോധത്തിലേക്കും, അവിടെ നിന്ന് പരമാത്മബോധത്തിലേക്കും ഉയർത്തി അവരെ ഒന്നാക്കുന്ന കഥയാണ് ഗോപി വസ്ത്രാപകരണ ലീല. എവിടെ എത്തുന്നു ആ കഥ? അതിൽ തുണിയായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മളതിനെ വെറും വ്യവഹാരത്തിൽ കാണുമ്പോഴാണ് സ്ത്രീയുടെ നഗ്നതയും മറ്റുമൊക്കെ വരുന്നത്. ഇതിനങ്ങനെ ഒരു ശരീരത്തിന്റെ തലമേ ഇല്ല. ഇതെവിടെ കിടക്കുന്നു ഈ കഥ? ഭഗവാൻ അത്രമാത്രം അവരെ കൈപിടിച്ച് പറയും, ഉണർത്തുകയാണ്. മനസ്സിലാവുണ്ടോ നീക്ക്? ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്തിനെ ഓർത്ത് കരയും, എന്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും? പരമമായ സത്യം ഇതാണ്. ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്, ഒന്ന് നമ്മളെ, നേരത്തെ പറഞ്ഞു ഞാൻ, ഒരു വാസനയുടെ പിടിയിൽ നിന്നും വേർപ്പെടുത്തണം. 2, നമ്മളെ പൂർണ്ണതയിലേക്ക് ഉയർത്തണം. അതിനുള്ള നിരന്തരമായ പ്രയത്നം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വസ്ത്രാപകരണ ലീല ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വസ്ത്രബോധത്തിൽ നിന്നും മാറണം, ബ്രഹ്മബോധത്തിലേക്ക്, പരമാത്മബോധത്തിലേക്ക് ഉയരണം. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഓരോ കഥ എടുത്തു നോക്കിയാലും നമ്മളോടുള്ളൊരു വാത്സല്യം, കാരുണ്യം, ദയ, നമ്മളോടുള്ള ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. നിങ്ങൾ ആരും വെറുതെ ജീവിതം തുലയ്ക്കരുത്, കളയരുത്, സമയം പാഴിലാക്കരുത്, ദുഃഖിച്ചിരിക്കരുത്, വിഷമവും പരിഭവവും പറഞ്ഞ സമയം കളയരുത്. മെനക്കെടൂ, പണിയെടുക്കൂ, ഒത്തിരി കഷ്ടപ്പെടണം. കാരണം ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അത്ര പറയും. കാരണം ജന്മങ്ങളുടെ ഒരു ബന്ധനത്തിൽ ജീവൻ അങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സജീവമുഖ്യതി എന്ന് കൈവല്യോപനിഷത്തിൽ പറയും. എത്രയോ ജന്മങ്ങളുടെ വാസന കൊണ്ട് ഇതെങ്ങനെ ബന്ധിതമായി കടന്നതാണ്. അങ്ങനെ അതിൽ നിന്നും പുനശ്ച ജന്മാന്തര കർമ്മയോഗാൽ സജീവമുഖ്യതി, ജീവൻ മോഹിച്ചു പോയി, അതില് കുരുങ്ങിക്കിടക്കുകയാണ് അതില്. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മം. അത് തന്നെയാണ് ബ്രഹ്മം. ഇതെല്ലാം കൈവല്യ ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ്. ഇങ്ങനെ ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാം ഉള്ളിലുണ്ട്, വൈഭവം ഉള്ളിലുണ്ട്, മഹത്വം ഉള്ളിലുണ്ട്. അല്പമൊന്ന് ശ്രദ്ധയോടുകൂടി സാധന അനുഷ്ഠിക്കാൻ തയ്യാറായാൽ ഒരു പരിവർത്തനം നമുക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥയാണ് വസ്ത്രാപഹരണ ലീല. ഇങ്ങനെ ഓരോ കഥകളും നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം കൃഷ്ണന്റെ മഹിമ പറയുന്ന കഥകളല്ല, മറിച്ച് ജീവനെ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന കഥകളാണ്. ഈ ബോധം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് ഉപസംഹരിപ്പിച്ച് നിർത്താം.